നിറയും മനസ്സോടെ നിൻ മുന്നിൽ നിൽക്കുന്നു യേശുനാഥ. വ്യഥ നിറയും മനസ്സോടെ നിൻ മുന്നിൽ നിൽക്കുന്നു യേശുനാഥ. അറിയാതെ അടിവോടെ മറന്നു നീ അനുഗ്രഹിക്കൂ. അറിയാതെ ചെയ്തതും അപരാധമൊക്കെയും അടിവോടെ മറന്നു നീ അനുഗ്രഹിക്കൂ. അടിവോടെ മറന്നു നീ അനുഗ്രഹിക്കൂ. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിൻ നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. ചിരിക്കാനും ചിന്തിക്കാനും തിരിച്ചറിയാനും തിരിച്ചു നടക്കാനും പ്രേരിപ്പിക്കുന്ന ശക്തമായ സരസമായ വാക്കുകൾ, നാം കേൾക്കാൻ കാതോർത്തിരുന്ന ശബ്ദം. പ്രശസ്ത വചനപ്രഘോഷകനും കപ്പൂച്ചിയൻ സന്യാസ സഭാംഗവും ഇപ്പോൾ കോട്ടയം പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ വെരി റവറൻഡ് ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ തൻ്റെ തനത് ശൈലിയിലൂടെ ദൈവഹിതം ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന് കോതമംഗലം സെന്റ് മേരീസ് പ്രൊവിൻസിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. സ്നേഹത്തിൻ്റെ ചാലക ശക്തിയായ അങ്ങയുടെ വാക്കുകൾക്കായി കാതോർത്ത് വചനവിരുന്നിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നോക്കിയിരിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. 1 കൊരിന്ത്യർ 11:23 മുതൽ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ദിവ്യകാരുണ്യ സന്യാസിനി സമൂഹം ഒരുക്കിയിരിക്കുന്ന ഒരു ദിവ്യകാരുണ്യ സംഗമത്തിലാണ് നമ്മൾ പങ്കെടുക്കുക. ആദ്യമായുള്ള ഒരു ചിന്തയുടെ പങ്കുവയ്ക്കൽ എന്ന രീതിയിൽ എന്താണ് വിശുദ്ധ കുർബാനയെന്നും കുർബാന നമുക്ക് തരുന്ന സന്ദേശം എന്തെന്നും അതിലൂടെ ലഭിക്കുന്ന ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം എന്തെന്നുമുള്ള ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്താണ് വിശുദ്ധ കുർബാന എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ: തള്ളിപ്പറയുന്നവൻ്റെയും ഒറ്റിക്കൊടുക്കുന്നതിൻ്റെയും കയ്യിലേക്ക് തന്നെ മുറിച്ചു വെക്കുന്നതാണ് വിശുദ്ധ കുർബാന. ലോകത്തിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന ഏതായിരുന്നു? തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ കയ്യിലേക്കും ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെ കയ്യിലേക്കും തന്നെ മുറിച്ചു കൊടുക്കുന്നതാണ് വിശുദ്ധ കുർബാന. അങ്ങനെ കൊടുക്കണോ ഒരു ആന്തരികമായ സൗഖ്യമുള്ളവർക്ക് അത് സാധിക്കൂ. എനിക്ക് പാരപണിയുന്ന, എന്നെ നൊമ്പരപ്പെടുത്തുന്ന, മാറി നിന്ന് കുറ്റം പറയുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടും ആ ആളുടെ കയ്യിലേക്ക് ഒന്നും നോക്കാതെ എന്നെ തന്നെ മുറിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതം വിശുദ്ധ കുർബാനയുടെ ജീവിതമായിട്ട് മാറുന്നു.
വിശുദ്ധ കുർബാനയെ വിളിക്കുന്ന പേര് തന്നെ കൂദാശകളുടെ കൂദാശ എന്നാണ്. അത് കരുണയുടെ കൂദാശയാണ്, സൗഖ്യത്തിൻ്റെ കൂദാശയാണ്, മനുഷ്യന് ദൗത്യബോധം നൽകുന്ന കൂദാശയാണ്, അത് ശാന്തി അനുഭവിക്കുന്ന കൂദാശയാണ്. വിശുദ്ധ കുർബാന എന്തിൻ്റെ എല്ലാം കൂദാശ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നാമതായി വിശുദ്ധ കുർബാന ഒരു ബലിയുടെ കൂദാശയാണ്. ഒരു ബലിയുടെ കൂദാശയാണ് വിശുദ്ധ കുർബാന. മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെയും ചിന്തപ്പെട്ട രക്തത്തിൻ്റെതുമായ ഒരു ബലി. കുർബാനയിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തരെയും കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, ഒരിക്കലും കടിച്ചു പിടിച്ച് മൗനം പിടിച്ചിരിക്കരുത്, ജീവിതത്തെ ബലിയായിട്ട് കൊടുക്കുക. ലോകത്ത് എവിടെല്ലാം ഒരാഘോഷമുണ്ടോ അതിൻ്റെ എല്ലാം പുറകിൽ ഒരു ബലിയുണ്ട്. ഒന്നാന്തരം ചില്ലിച്ചക്കം കൂട്ടുമ്പോഴും ചിക്കൻ ഫ്രൈ കൂട്ടുമ്പോഴും അതിൻ്റെ പുറകിൽ കോഴിപ്പൂവൻ്റെ ഒരു ബലിയുണ്ട്, ഓർക്കുക. നമ്മൾ ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പം കൈകൊണ്ട് എടുക്കാൻ പറ്റാത്ത ചീഞ്ഞ് അളിഞ്ഞു പോയ ഒരുപാട് പഴത്തിൻ്റെ ബലിയാണ് ഫ്രൂട്ട് സലാഡായിട്ട് കൈ കിട്ടുക. വായി വെച്ച് കൂട്ടാനും കയ്യിലെടുക്കാനും പറ്റാത്ത അളിഞ്ഞു പോയ പച്ചക്കറിയുടെ ബലിയാണ് അവിയൽ എന്ന പരുവത്തിൽ പാത്രത്തിൽ എത്തിച്ചേരുക. അപ്പം എവിടെല്ലാം ഒരു വിരുന്നുണ്ടോ അതിൻ്റെ പുറകിൽ ഒരു ബലിയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തെ ബലിയാക്കി മാറ്റണം. ഭാര്യയ്ക്ക് വേണ്ടി സ്വയം ബലിയാകുന്ന ഒരു ഭർത്താവ്, ഭർത്താവിന് വേണ്ടി സ്വയം ബലിയാകുന്ന ഒരു ഭാര്യ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയാകുന്ന അപ്പനും അമ്മയും, സഭയ്ക്ക് വേണ്ടി ബലിയാകുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും സന്യാസിനികളും ആത്മായ പ്രേക്ഷിതരും. കുർബാന ഓർമ്മിപ്പിക്കുന്നു ജീവിതം ഒരു ബലിയാണ്. അപ്പം ബലിയുടെ കൂദാശയാണ്. 2, അനുരഞ്ജനത്തിൻ്റെ കൂദാശയാണ്. അനുരഞ്ജനം. അനുരഞ്ജിതരായി തീർന്നിട നവമൊരു ബലി അർപ്പിക്കാം. സ്നേഹവും ഐക്യവും സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ഒരു അനുരഞ്ജനത്തിൻ്റെ കൂദാശയാണ്. എന്ന് പറഞ്ഞാൽ പിണങ്ങിയിരിക്കുന്നവർക്കും വഴക്കടിക്കുന്നവർക്കും വാശി പിടിക്കുന്നവർക്കും അനുഭവിക്കാൻ പറ്റാത്തതും ഐക്യപ്പെട്ടവർക്കും രമിതപ്പെട്ടവർക്കും അനുഭവിക്കാൻ പറ്റുന്നതുമായ ഒന്ന്. അങ്ങനെ അർപ്പിച്ചാൽ കൂദാശയെ അർത്ഥമുള്ളൂ. അതുകൊണ്ടല്ലേ നല്ല കുമ്പസാരിച്ച് യോഗ്യതയില്ലാതെ ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ്റെ തന്നെ ശിക്ഷാവധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. രമ്യതപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണിത്. നല്ലവനായ ദൈവത്തോടും നല്ലവരായ മനുഷ്യരോടും നന്മ തന്നെയായ മനസ്സാക്ഷിയോടും രമ്യതപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അനുരഞ്ജനത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. വീണ്ടും ഇത് സ്നേഹത്തിൻ്റെ കൂദാശയാണ്. സ്നേഹത്തിൻ്റെ കൂദാശ. എന്താ സ്നേഹത്തിൻ്റെ കൂദാശ? യോഹന്നാൻ 13:1-5 വരെ. അവൻ സ്നേഹിച്ചു നമ്മളെ അവസാനം വരെ സ്നേഹിച്ചു. ഈ സ്നേഹത്തിൻ്റെ കൂദാശ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണം. സ്നേഹത്തിൻ്റെതായൊരു ജീവിതം. സ്നേഹമെന്ന് പറഞ്ഞാൽ 2 കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. സ്നേഹം നമ്മളെ കരയിപ്പിക്കും, സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കും. സ്നേഹം കരയിപ്പിക്കും. കൊച്ചിന് രോഗം വന്നാൽ അമ്മ കരയും, ഭർത്താവിന് തകർച്ച വന്നാൽ ഭാര്യ കരയും, ഭാര്യയ്ക്കൊരു വ്യക്താനുഭവം വന്നാൽ ഭർത്താവ് കരയും. സ്നേഹം നമ്മളെ കരയിപ്പിക്കും. അവരുടെ അല്ലലിലും നൊമ്പരത്തിൽ ലയിച്ചു ചേരുന്ന സ്നേഹത്തിൻ്റെ ഒരു കൂദാശയാണിത്. സ്നേഹം നമ്മളെ കരയിപ്പിക്കും, സ്നേഹം നമ്മളെ കാത്തിരിക്കാൻ പഠിപ്പിക്കും. കർത്താവ് ഓരോ ദിവസവും അപ്പവും വീഞ്ഞു ഒരുക്കി കാത്തിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ദൈവത്തെ ഓർക്കുന്നത്, ഈശോയെ ഓർക്കുന്നത് ഇപ്രകാരമാണ്. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെയാണ് തമ്പുരാൻ്റെ സാന്നിധ്യം. ഏത് സമയത്തും തുറന്നിരിക്കും. ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി രാത്രി 12 കണ്ണടയ്ക്കുമ്പം ഒരു സിസ്റ്റർ എന്ന് സങ്കടം പറയാൻ ചെല്ലും. രാവിലെ ഉറങ്ങാവുന്ന അച്ഛൻ ചെന്ന് മുട്ടി വിളിക്കും, രാവിലത്തെ കുർബാനയ്ക്ക് സമയമായി. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെ അവൻ കാത്തിരിക്കുന്നു. സ്നേഹം കാത്തിരിക്കും. അതുകൊണ്ടല്ലേ ഭർത്താവ് പുറത്തു പോയി തിരിച്ചു വരുമ്പം ഭാര്യ കാത്തിരിക്കും. ഭർത്താവ് വരുമ്പോഴേ തോന്നണം ഭാര്യ എന്നെ കാത്തിരിക്കുന്നു. വരുന്ന പാടെ ചേട്ടന് വണ്ടി കിട്ടിയോ, തലയിലൊക്കെ പൊടിയാണല്ലോ, മുഖം വേർത്ത് പോയല്ലോ, 12 ആയപ്പോൾ മുതൽ എപ്പോഴാ വരുന്നതെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. ഇപ്പോഴേലും വന്നല്ലോ. പതയ്ക്കാൻ സോപ്പ്, കഴുകാൻ വെള്ളം, തുടയ്ക്കാൻ തുണി, കുടിക്കാൻ ചൂട് ചായ ഒക്കെ കൊടുക്കുമ്പം ഭർത്താവിന് തോന്നും എന്നെ സ്നേഹിക്കുന്ന കാത്തിരിക്കുന്ന ഭാര്യ. അതുപോലെ പറയണം, ചേട്ടൻ വരാഞ്ഞപ്പം നെഞ്ചത്ത് തീയായിരുന്നു, മുട്ട വെച്ചാൽ വേഗമായിരുന്നു. ചേട്ടനെ കണ്ടപ്പോഴാണ് തീ കേട്ടത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴാണ് തീ കത്തിയത് പറഞ്ഞേക്കല്ലേ, ഇപ്പോഴാണ് കേട്ടത്. ഭാര്യ പുറത്തു പോയി തിരിച്ചു വരുമ്പോഴത്തേന് ഭർത്താവ് ഉയ്യോടി കഷ്ടപ്പെട്ടു പോയല്ലേ, ഇരിക്കാൻ സീറ്റ് കിട്ടിയോ, അതോ കമ്പിയെ ചാരി നിന്നാണ് പോയത്? നമ്മുടെയല്ലേ നാട്, വല്ല അവന്മാരും അള്ളുവോ കിള്ളുവോ മാന്തുവോ വല്ലതും ചെയ്തോ? പരിക്ക് പറ്റാതിരിക്കും മഹാഭാര്യം.
എൻ്റെ എടി നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോലെ, നീ വന്നപ്പോഴാണ് അനക്കം വന്നത്. ഭാര്യയ്ക്ക് തോന്നും സ്നേഹം കാത്തു നിൽക്കുന്നു. ചില ആണുങ്ങൾ ഇത് പറയുന്നതും വേറെ രീതിയില്ല. എൻ്റെ എടി നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോലെ, നീ വന്നപ്പോഴാണ് ശവം വന്ന് കയറിയത്. ആ രീതി പറഞ്ഞേക്കരുത്. ഒരു കാത്തിരിപ്പ്, സ്നേഹത്തിൻ്റെ ഉദാശയാണ് വിശുദ്ധ കുർബാന. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, ജനത്തെ സ്നേഹിക്കുന്ന അച്ഛൻ, അച്ഛനെ സ്നേഹിക്കുന്ന ജനം. ഇത് ഒരു സ്നേഹത്തിൻ്റെ കൂദാശ, സ്നേഹത്തിൻ്റെ കൂദാശ. ഒന്ന്, ഈ കുർബാന ബലിയുടെ കൂദാശ. രണ്ട്, അനുരഞ്ജനത്തിൻ്റെ കൂദാശ. മൂന്ന്, സ്നേഹത്തിൻ്റെ കൂദാശ. നാല്, ഇത് ഓർമ്മയുടെ കൂദാശയാണ്. വിശുദ്ധ കുർബാനയൊന്നും ഒരു ഓർമ്മയുടെ കൂദാശയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സൗഖ്യം തന്ന് കടന്നുപോയ സൗഖ്യദായകനായ ക്രിസ്തുവിൻ്റെ ഓർമ്മയുടെ കൂദാശ. കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും ഊമന് സംസാരശക്തിയും മുടന്തൻ്റെ കാലിന് കലമാനെ പോലെ കുതിച്ചോടാൻ ശക്തിയും കൊടുത്ത സൗഖ്യദായകനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഓർമ്മയുടെ കൂദാശയാണ്. ഇത് ഓർമ്മയുടെ കൂദാശയാണ്. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇന്ന് മനുഷ്യന് ഓർമ്മയില്ലാത്ത കാലമാണ്. സകല മനുഷ്യനിന്ന് ഓർമ്മ നഷ്ടപ്പെട്ട കാലമാണ്. പലർക്കും ഇന്ന് മറവിയാണ്. ഒരാൾ ഡോക്ടറെ സമീപിച്ചു, ഡോക്ടർ എനിക്ക് ശക്തമായ മറവി. ഡോക്ടർ ചോദിച്ചു എന്താ ലക്ഷണം? എൻ്റെ മറവിക്ക് 12 ലക്ഷണങ്ങൾ. എന്തെല്ലാവാ? 1 മറവി, പിന്നെയോ ബാക്കി 11 ഞാൻ മറന്നുപോയി. ഇതാണ് മറവി. ഇന്ന് മറവിയുടെ ലോകമാണ്. എവിടെയും മറവിയാണ്. ആർക്കും ഒന്നിനും ഓർക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ടാണ് ആരെല്ലാം മറന്നോ മറന്നവരെയെല്ലാം ദൈവം ഓർമ്മിപ്പിച്ചു. മറന്നവരെ ദൈവം ഓർമ്മിപ്പിച്ചു. ഹാഗാറിന് ഒരു മറവി. ഇസ്മയിലിനെ പ്രസവിച്ച ഹാഗാർ തലക്കനത്തോടെ പോകുമ്പോൾ ദൈവം തമ്പുരാൻ വിളിച്ച വാക്കുണ്ട്, സാറായുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ പോകുന്നു? നീ ഏത് ഇസ്മയിലിൻ്റെ അമ്മയാണേലും നീ ദാസിയാണെന്ന കാര്യം മറക്കരുത്. ഓർമ്മ വേണം, ഓർമ്മ വേണം. പത്രോസിന് തലക്കനം യോഹന്നാൻ 21. കെട്ടുവാനും മുറുക്കുവാനും അയക്കുവാനും അഴിക്കുവാനും സമസ്ത അധികാരമുള്ളവരാണ് ഞാൻ. ഇങ്ങനെ പത്രോസ് തലക്കനത്തോടെ പോവുക. ഇന്നലെ വരെ ഒരു 0, ഇന്നൊരു പൊടി ഹീറോ. ഈ ജാടയോടെ പോകുമ്പോൾ കർത്താവിൻ്റെ വിളി, യോനായുടെ പുത്രനായ സീമോനെ നീ എവിടെ പോകുന്നു? നീ ഏത് പോപ്പാണേലും നിന്റെ അപ്പന് യോനായുടെ ദേഹത്തുള്ള മത്തിയുടെ ഉളുമ്പിൻ്റെ മണം നീ മറക്കരുത്. ഒരു മറവിയാണ്. ഇവിടെയാണ് പറയുക ഓർമ്മയുടെ കൂദാശ. ഞാൻ കണ്ണാടി നോക്കി കുലുങ്ങി കുലുങ്ങി ചേച്ചോട് മുടിയിരുന്നു എല്ലായിടത്തും വിളിക്കുന്ന അച്ഛനെന്ന് ഓർത്ത്. അങ്ങനെ ഞെളിയുമ്പം തമ്പുരാൻ്റെ ചോദ്യം, പുത്തമ്പരിക്ക് കുഞ്ഞേപ്പിയുടെ മോനായ ജോസഫെ എന്നാത്തിനാ ഞെളിയുന്നത്? നീ ഏത് ധ്യാനഗുരുവാണേലും നിന്റെ അപ്പൻ്റെ ദേഹത്തുള്ള ഒട്ടുപാലിൻ്റെ മണം, ചൊള്ളിൻ്റെ നാറ്റം നീ മറക്കരുത്. വിശുദ്ധ കുർബാന ഓർമ്മയുടെ കൂദാശയാണ്. ആരെയൊക്കെ ഓർമ്മിക്കണം? മുമ്പ് പ്രസവിച്ച അമ്മ. നമുക്കറിയാം ഇന്ന് മനുഷ്യൻ മറക്കുന്ന കാലമാണ്. കാരണം ആന്തരിക മുറിവുകളുടെ ക്ഷതമേറ്റ മനുഷ്യൻ ഇന്ന് മറവിയാണ്. ഇന്ന് ആധുനിക മനുഷ്യൻ ജീവിക്കാൻ 5 കണക്ഷൻസ് മതി. 5 കണക്ഷൻസ്. 1, ഒരു വാട്ടർ കണക്ഷൻ. 2, ഒരു ഗ്യാസ് കണക്ഷൻ. 3, ഇലക്ട്രിസിറ്റി കണക്ഷൻ. 4, ടെലിഫോൺ കണക്ഷൻ. 5, ഇൻ്റർനെറ്റ് കണക്ഷൻ. 5 കണക്ഷൻ ഉണ്ടോ പിന്നെ അമ്മയായിട്ട് കണക്ഷൻ വേണ്ട, അപ്പനുമായിട്ട് കണക്ഷൻ വേണ്ട, അയൽക്കാരുമായിട്ട് കണക്ഷൻ വേണ്ട, പള്ളിയും പട്ടക്കാരുടെ കണക്ഷൻ വേണ്ട. എൻ്റെ ഗ്യാസ് കണക്ഷൻ, എൻ്റെ ഫോൺ കണക്ഷൻ, എൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ദൂരം കുറഞ്ഞു. ഇന്ന് തൊടുപുഴ ടൗണിൽ നിന്ന് ഒരാൾക്ക് കയ്യിൽ ഫോൺ വെച്ചാൽ അമേരിക്കയിൽ നിന്ന് തുളുമ്പുന്ന താളം തുള്ളുന്ന ആൻറ്റിയെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കാം. അമേരിക്കയും തൊടുപുഴയും തമ്മിൽ ദൂരം കുറഞ്ഞപ്പോൾ ഞാനും എൻ്റെ അമ്മയും തമ്മിൽ ദൂരം വർദ്ധിച്ചു. ഞാനും എൻ്റെ അപ്പനും തമ്മിൽ ദൂരം വർദ്ധിച്ചു. ഞാനും എൻ്റെ സഭയും തമ്മിൽ ദൂരം വർദ്ധിച്ചു. ഞാനും എൻ്റെ വിശുദ്ധ മധുവകയും ഞാനും എൻ്റെ ബലിപീഠവും ഞാനും എൻ്റെ കൗദാശീയവും തമ്മിൽ അകലം വർദ്ധിച്ചപ്പോൾ ഒരു മറവി മനുഷ്യൻ്റെ മനസ്സിനെ മതിച്ചു. അങ്ങനെയുള്ള മറവിയുടെ ലോകത്ത് ഒരു ഓർമ്മയുടെ കൂദാശ. ഞാൻ മാനന്തവാടി കത്തീഡ്രൽ പള്ളിയിൽ ധ്യാനിപ്പിക്കുന്നു. ധ്യാനത്തിൻ്റെ അത് കപ്പച്ചിൻ മിഷ്യൻ ധ്യാനമാണ്. വീടാന്തരം കയറി ഇറങ്ങി ബെഞ്ചിരിച്ച് കടന്നു പോകുന്ന ധ്യാനം. ഞങ്ങൾ 8 അച്ഛന്മാരുണ്ട്. വെള്ളിയാഴ്ച കുരിശും പിടിച്ചൊരു പരിഹാര പ്രദർശനം. അത് കഴിഞ്ഞ് ചെറിയ ബ്രെഡും ചായയും കുടിച്ച് പിരിയുമ്പം സാമാന്യ മര്യാദയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൂട്ടത്തിൽ വഴി കാണിക്കാൻ വന്ന ഒരു വാർഡ് ലീഡർ അവരോട് ചോദിക്കും, സഹോദര ഇനി നമ്മൾ എന്നാ കാണുന്നത്? ഒരു ചോദ്യം, നമ്മളിനി എന്നാ കാണുന്നത്? അവർ പറയുന്ന മറുപടി, അച്ഛൻ 6 മാസം കഴിഞ്ഞ് ഇവിടെ പൊളപ്പിന് വരുമ്പം അന്നേരം കാണും. എല്ലാ ധ്യാനവും കഴിഞ്ഞ് 6-ാം മാസം ഒരു പൊളപ്പുണ്ട്, ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു രീതിയിൽ. അപ്പം അതിന് വരുമ്പം കാണാം, അച്ഛന് പൊളപ്പിന് വരുമ്പം കാണാം. ഈ മനുഷ്യനെ ചോദിച്ചു നമ്മളിനി എന്നാ കാണുക? അവൻ പറഞ്ഞാ അത് മാത്രം പറയാൻ പറ്റിയല്ല. അതെന്താ? അത് മാത്രം പറയാൻ പറ്റിയല്ല. രാത്രി അത്താഴം കഴിഞ്ഞിരിക്കുമ്പം വികാരിച്ചോട് ഞാൻ ചോദിച്ചു, എന്തേ മാത്യൂസനോട് ഇങ്ങനെ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞു,
വർഷങ്ങൾക്ക് മുമ്പ് മീനിച്ചി താലൂക്കിൽ നിന്നും വയനാട്ടിൽ കുടിയേറി പാർത്ത ഒരു കുടിയേറ്റ കുടുംബം. അപ്പൻ, അമ്മ, ഒരു പെങ്ങൾ, ഇതാണ് കുടുംബം. ദാരിദ്ര്യത്തിലായിരുന്ന കുടുംബത്തിൽ ഈ മാത്യൂസിന് ഒരു ജോലി കിട്ടി. ആ ജോലി കർണാടകത്തിലെ കുടകിൽ സർവീസ് സഹകരണ ബാങ്കിൽ അറ്റൻഡറായിട്ടുള്ള ജോലി. ജൂലൈയിലെ മഴക്കാലത്ത് ജോലിക്ക് പോകുമ്പം മാത്യൂസ് അപ്പനോട് ചോദിച്ചു, അപ്പ ഞാൻ പോയിട്ട് വരാം. അപ്പൻ ചോദിച്ചു, മോനെ നമ്മളിനി എന്നാ കാണുന്നത്? അവൻ പറഞ്ഞു, ഓണത്തിന് വരുമ്പം. അപ്പന് മുണ്ടേ ഷർട്ട്, അമ്മയ്ക്ക് കച്ചമുറി ചട്ട കവണി, പെങ്ങൾക്ക് കാപ്സാരി പാവാട തുണി, ഇത്രയായിട്ട് ഓണത്തിന് വരാം. ഇവൻ നടന്നു വരുമ്പോൾ അപ്പൻ ചോദിച്ചു, ഇനി എന്നാ കാണുക? അവൻ പറഞ്ഞു, ഓണത്തിന് വരുമ്പം കാണാം. ജോലി പ്രവേശിച്ചു. ഒരു മാസം കഴിഞ്ഞ് ടെലഗ്രാം, അപ്പൻ മരിച്ചു, അടക്കാൻ വരിക. ഓണത്തിന് കാണാമെന്ന് പറഞ്ഞു പോയത്, പിന്നെ കണ്ടത് അപ്പന് നിശ്ചലമായ ശരീരമാണ്. 25 വർഷം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, മാത്യൂസേ നമ്മളിനി എന്നാ കാണുക? അവൻ പറഞ്ഞു, അതുമാത്രം പറയാൻ പറ്റുകയില്ല. കാരണം 25 വർഷം മുമ്പ് ഓണത്തിന് കാണാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ കണ്ടത് അപ്പൻ്റെ ശവമാണ്. ഇതാണ് വിശുദ്ധ കുർബാന. കുർബാനയിൽ ബലിയർപ്പിക്കുമ്പോൾ ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വാക്കിൻ്റെ സാമർഥ്യമോ കുരിശിൻ്റെ ഷെയ്പ്പോ അൾത്താരബലിയുടെ നിറവോ അല്ല സഭയെ ആകർഷിച്ചത്. സഭയെ ആകർഷിച്ചത് പെസഹായുടെ രാത്രിയിൽ ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമെന്ന് പറഞ്ഞവൻ്റെ ശബ്ദമാണ്. അൾത്താരയുടെ അലങ്കാരങ്ങളല്ല, അനുഷ്ഠാനത്തിൻ്റെ വ്യതിയാനങ്ങളല്ല, ഒറ്റ കാര്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. പെസഹായുടെ രാത്രിയിൽ ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമെന്ന് പറഞ്ഞവൻ്റെ ഓർമ്മ. ഇത് ഓർമ്മയുടെ കൂദാശയാണ്. അങ്ങനെയെങ്കിൽ ഒരുപാട് ഓർക്കണം. മുമ്പ് പ്രസവിച്ച അമ്മയെ, ജനിപ്പിച്ച പിതാവിനെ, പഠിപ്പിച്ച ഗുരുഭൂതരെ, നമ്മളെ നയിച്ചവരെ, എത്രയോ പേരുടെ സുഹൃതങ്ങളുടെ ഫലമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇത് ഓർമ്മയുടെ കൂദാശയാണ്. വീണ്ടും ഇത് കൃതജ്ഞതയുടെ കൂദാശയാണ്. യൂക്കരിസ്റ്റ്, താങ്ക്സ് ഗീവിങ്. ഇത് കൃതജ്ഞതയുടെ കൂദാശയാണ്. ഒത്തിരി നന്ദി വേണം നമ്മുടെ മനസ്സിൽ. ആരോടൊക്കെ? ദൈവത്തോട്, മാതാപിതാക്കളോട്, ഗുരുജനങ്ങളോട്, സഹജീവികളോട്. നന്ദിയുടെ കൂദാശയാണ് വിശുദ്ധ കുർബാന. ജീവിതം ഒരു നന്ദിയുടെ അർപ്പണമാക്കി നമ്മൾ മാറ്റണം. ഇന്ന് നന്ദി നഷ്ടപ്പെടുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ജീവിതത്തിൽ ഒരു നന്ദി നമുക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മൃഗത്തിന് പോലും ഉണ്ട് നന്ദി. മനുഷ്യനാണിന്ന് നന്ദിയില്ലാതായത്. ജീവജാലങ്ങൾക്ക് എന്തൊരു നന്ദിയാണ്. എന്നും തീറ്റ കൊടുക്കുന്ന ആളെ കാണുമ്പോൾ അണ്ണാൻ ദേഹത്ത് ഓടിക്കളിക്കും. തത്ത, മാടത്ത, മൈന കൊച്ചു വർത്താനം പറയാൻ തുടങ്ങും. കോഴി, താറാവ് ഇരുത്തി കൊക്കാൻ തുടങ്ങും. എരുമ, മൂരി, പശു ഇരുത്തി അമറാൻ തുടങ്ങും. ജീവജാലങ്ങളുടെ സ്നേഹം എന്നും നമ്മുടെ മഠത്തിൽ, നമ്മുടെ വീട്ടിൽ മീനും കൊണ്ട് വരുന്ന പച്ചമീൻകാരനെ കാണുമ്പോൾ വീട്ടിലെ പൂച്ചയുടെ നന്ദി കണ്ടിട്ടില്ലേ? വാലിട്ട് ഉരുമി, താടിയിട്ട് തിരുമി, ടയറെ മിനുങ്ങി, കാലയിൽ തിരുമി. എന്തൊരു സ്നേഹമാണ് പൂച്ച മീൻകാരനോട് കാണിക്കുക. എന്നും തീറ്റ കൊടുക്കുന്ന ആൾ ഏത് ചവിട്ടിയാലും വീട്ടിലെ പട്ടിക്കൊരു പ്രതിഷേധവുമില്ല. ചമ്മിയ ചിരിയുമായി സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് തൊടിച്ചവന് മുമ്പിലേക്ക് ഇട്ടാ എഴുന്ന പോലെ വട്ടം ചുറ്റി കറങ്ങിയെത്തും ഒരു പട്ടിയുടെ നന്ദി തീറ്റ കൊടുത്ത മനുഷ്യനോട്. നമുക്കാണ് നന്ദികേട് മനുഷ്യൻ്റെ ജീവിതത്തിൽ. എൻ്റെ വീട് കട്ടപ്പനയെടുത്ത് ഇരട്ടയാറടുത്ത് വലിയ തോവാള. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ആശ്രമത്തിൽ വളർത്തി. 6-7 മാസം ആശ്രമത്തിലെ തീറ്റ തിന്നപ്പം പട്ടി മുടിത്തു, ദേഹം കൊടുത്തു, കക്ഷിയാകും മേടിച്ചു. ഒരു വയസ്സായപ്പോൾ ഉഗ്രം പട്ടി ഊറ്റം കൊരയെന്ന് വെച്ചാൽ ചില്ലറ കൊരയല്ല, പെരുന്നാളിന് കതിനാവടി പെട്ടുന്ന പോലെ മുഴക്കമുള്ള ഇരുത്തമുള്ള കൊര. സാവധാനം പിടികിട്ടി. മുഴുപ്പും ഷേപ്പും കൊരയുണ്ടെങ്കിലും കക്ഷി ശുദ്ധ പൊട്ടനായിരുന്നു. യാതൊരു വിവരവും ഇല്ല. ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് രാത്രി 10-നും 11-നും കയറി വരുമ്പം ഈ പട്ടി ജീവൻ പോയാൽ ഞങ്ങളെ ആശ്രമത്തിൽ കയറ്റുകയില്ല, കുരച്ചുകൊണ്ട് കടിക്കാനായിട്ട് ഓടിക്കുക. പിന്നെ കമ്പേ, കുഴി, കല്ലേ തുടങ്ങിയ മാരക ആയുധമായിട്ട് നേരിട്ടാൽ കഷ്ടപ്പെട്ട് കടന്നുകൂടാം. അതേസമയം ഒരു പരിചയമില്ലാത്ത അപരിചിതർ ഏതു പാതിരാത്രിക്ക് വന്നാലും കൃത്യമായ സ്വാഗതം. മരുന്ന് കിടന്ന് കാലും കൈയും പൊക്കി പിടിച്ച് കാലിനടിക്ക് തിരികെ കയറ്റി വന്നയാളെ വരാന്തേ കയറ്റാതെ പട്ടിക്ക് ശ്വാസം വീഴുകയില്ല. ഞാൻ പറഞ്ഞു, കില്ലപ്പട്ടി, പഞ്ഞപ്പട്ടി എന്നെ തല്ലിക്കൊന്നാലോ? കൂടെയുള്ള വെള്ളിയച്ഛൻ പറഞ്ഞു, പട്ടിയോടെങ്ങനെ അരിശപ്പെടേണ്ട, പട്ടിയല്ലേ, മനുഷ്യനല്ലല്ലോ, കാത്തിരിക്കാം, മാനസാന്തരം ഉണ്ടായാലോ. അതിനിടവപ്പള്ളിയ ഞായറാഴ്ചകളിൽ 10-500 പേര് വരും. ആൾക്കാർ പള്ളി വന്നിട്ട് പോകുമ്പം ഈ പട്ടി നോക്കി നിൽക്കും. പെണ്ണുങ്ങളുടെ ദേഹത്ത് നിന്ന് എന്തെങ്കിലും കൊഴിഞ്ഞു പോയാൽ അത് മാത്രം ഈ പട്ടി പെറുക്കിയെടുക്കും. കൊച്ചു പിള്ളേരുടെ റിബണ്, സ്ലൈഡ്, സെറ്റിപ്പിന്നെ, കൊച്ചു തുവാല, മുടുത്ത പെണ്ണുങ്ങൾ മുടിപ്പിറകിൽ മുറുക്കി കെട്ടുന്ന മുടുത്ത കുടശീല പോലുള്ള എയർ ബാൻഡ് ഇതെല്ലാം പെറുക്കിയെടുക്കും. തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ അച്ഛന്മാരെ എഴുന്നേറ്റ് കാണുന്ന കാഴ്ച, സ്കൂൾ അസംബ്ലിക്ക്
പിള്ളേരെ നിരത്തി നിർത്തിയ പോലെ പെണ്ണുങ്ങളുടെ കൊഴിഞ്ഞു പോയ സാധനം മൊത്തം പട്ടി വരാതെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ഇതിനെ വെടിവെക്കണം, അല്ലെ കരണ്ടടിച്ച് കൊല്ലിക്കണം. കൂടെയുള്ള വെള്ളിയച്ഛൻ പറഞ്ഞു, പട്ടിയോടെ ഇങ്ങനെ അരിശപ്പെടേണ്ട, നമ്മൾ കത്തോലിക്ക അച്ഛന്മാർക്ക് ഇതുകൂട്ട ഐറ്റങ്ങൾ കാണാനും തൊടാനും കയ്യിലെടുക്കാനും ഭാഗ്യമില്ലാത്തത് കൊണ്ട് ദൈവം തന്ന പട്ടിയാന്നോർത്ത് നമുക്കിതിനെ ശരിക്കും വളർത്തിക്കൊണ്ട് വരാം. അങ്ങനെ ഇരിക്കുക കൊല്ലപ്പെടുത്ത കുട്ടിയത്ത് നേഴ്സുമാരുടെ ധ്യാനം. ഒരു ടാക്സിക്കാരൻ ട്രിവാൻഡ്രത്ത് ഞാൻ കൊല്ലത്തിന് പോകുമ്പം പട്ടിയെ കാറി കയറ്റി. കാറിന് പിൻസീറ്റിൽ പട്ടിയെ ഇരുത്തി റൊട്ടി കഷ്ണം കടിക്കാൻ കൊടുത്തു. റൊട്ടി മണത്ത പട്ടി സ്വസ്ഥമായിട്ട് കാറിൻ്റെ പിൻസീറ്റിലിരുന്നു. 20 കിലോമീറ്റർ കഴിഞ്ഞപ്പം പോത്തനക്കോട് എന്നൊരു സ്ഥലം, സന്ധ്യ മയങ്ങിയ സമയം, ഒരു കശാപ്പ് കട. അതിൻ്റെ വാതിൽക്കൽ ഡോറ് തുറന്നു. എല്ലുമുട്ടിയുടെ മണം പിടിച്ച പട്ടി വീട്ടിലേക്ക് ഒരു ഓട്ടം. ഡോറടച്ച് ശല്യത്തെ ഒഴിവാക്കി രക്ഷപ്പെട്ടു. 1.5 മാസം കഴിഞ്ഞു. ഈ പോത്തൻകോട് ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ, അതിൻ്റെ സമാപന പ്രസംഗത്തിന് എന്നെയാണ് വിളിച്ചത്. രാത്രി 7:30 സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ നാരങ്ങാനീര് പിഴിഞ്ഞ് കുടിക്കുമ്പം എൻ്റെ ലോഹയുടെ അറ്റത്ത് ശക്തമായൊരു മുട്ടയൊരു തട്ട്. ഞാൻ കുനിഞ്ഞു നോക്കുമ്പം 1.5 മാസം മുമ്പ് കുടിയിറക്കി വിട്ട കക്ഷി ഉണ്ടച്ചുകൊണ്ട് കൂറു പ്രഖ്യാപിക്കാൻ വാലുവാട്ടി കാലിൽ നോക്കി വരുന്നു. ഒരു പട്ടിയുടെ സ്നേഹം. പട്ടിക്കും പൂച്ചയ്ക്കും മൃഗത്തിനും നന്ദിയുണ്ട്, മനുഷ്യനാണ് നന്ദി കേട്. ഇവിടെയാണ് പറയുക, വിശുദ്ധ കുർബാന നന്ദിയുടെ കൂദാശയാണ്. അസ്തിത്വം തന്ന ദൈവത്തോടുള്ള നന്ദി, ലോകത്തോടുള്ള നന്ദി, ഈ പ്രപഞ്ചത്തോടുള്ള നന്ദി, ഇത് നന്ദിയുടെ കൂദാശ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു കൺവെൻഷനിൽ സൗഖ്യാനുഭവത്തിൻ്റെ ബെത്സയിദാകുളത്തിൻ്റെ കുറിച്ചുള്ള ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, കർത്താവായ യേശുവിൻ്റെ ജീവിതം മുഴുവൻ സൗഖ്യദായകമായ ഒരു സാന്നിധ്യമായിരുന്നു. സൗഖ്യദായകമായ സാന്നിധ്യമാണ്. എബ്രായർ 13:8 ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ ആയവൻ, ഇന്നലകളിൽ കുരുടിന് കാഴ്ച കൊടുത്തവൻ, ഇന്നലകളിൽ ലാസറിനെ ഉയർപ്പിച്ചവൻ, ഇന്നലകളിൽ ബദിരിന് കേൾവി കൊടുത്തവൻ, ഇന്നും എന്നും എന്നും ഒരുവൻ തന്നെയാണ്. നമ്മൾ കാണുന്നു, ബെത്സയിദാകുളത്തിന് ധീരം തന്നെ എടുക്കാം. ബെത്സയിദ എന്ന് പേരിടുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ അത്ഭുതകരമായ ഒരു സൗഖ്യത്തിൻ്റെ ചിത്രം അവതരിപ്പിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിന് 4 പേരുകളാണ് ബൈബിൾ പഠനങ്ങളിൽ കൊടുത്തിരിക്കുക. 4 പേരുകൾ. 1 ജീവന്റെ സുവിശേഷം, 2 പ്രകാശത്തിൻ്റെ സുവിശേഷം, 3 അടയാളങ്ങളുടെ സുവിശേഷം, 4 സമൃദ്ധിയുടെ സുവിശേഷം. 4 പേരുകൾ അറിയപ്പെടുന്നു. ജീവന്റെ സുവിശേഷം, പ്രകാശത്തിൻ്റെ സുവിശേഷം, അടയാളങ്ങളുടെ സുവിശേഷം, സമൃദ്ധിയുടെ സുവിശേഷം. ഇപ്പം യോഹന്നാൻ സൗഖ്യദായകമായ ചിന്തകളിലൂടെ നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. പ്രത്യേകിച്ച് ഓർക്കുക, 5-ാം അധ്യായത്തിൽ ഒരു വലിയ സൗഖ്യം, 5-ൽ സൗഖ്യത്തിൽ കർത്താവിനെ കാണിച്ചു തരും. 7-ാം അധ്യായത്തിൽ കാണിച്ചു തരും. 5-ലും 9-ലും 2 വലിയ സൗഖ്യം. 11-ൽ വരുമ്പോൾ സൗഖ്യത്തിനപ്പുറം ഉത്ഥാനം. അപ്പം ഈ സൗഖ്യദായകനായ ക്രിസ്തുവിനെ കാണിച്ചു തരും. 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു സ്ഥലം ബെത്സയിദാകുളം. ഇവിടെ കർത്താവിൻ്റെ ഒരു അധികാരത്തെയാണ് യോഹന്നാൻ പഠിപ്പിക്കുക. യോഹന്നാൻ പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന് മനുഷ്യൻ്റെ ജീവിതത്തിൽ 7 അധികാരങ്ങളാണുള്ളത്. അതാണ് യോഹന്നാൻ്റെ ദൈവശാസ്ത്ര ദർശനം. മനുഷ്യൻ്റെ മേൽ ക്രിസ്തുവിനുള്ള 7 അധികാരങ്ങൾ. 1 ഹിസ് പവർ ഓവർ ക്വാളിറ്റി, ഗുണമേന്മയുടെ മേൽ അധികാരം. യോഹന്നാൻ 2-ൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് ഗുണമേന്മയുടെ മേലുള്ള അധികാരം. 2 ദൂരത്തിൻ്റെ മേൽ. യോഹന്നാൻ 4-ൽ ശതാധിപൻ വഴിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിൽ കിടന്ന പുത്രൻ്റെ സൗഖ്യം. ഹിസ് പവർ ഓവർ ഡിസ്റ്റൻസ്, ദൂരത്തിൻ്റെ മേൽ അധികാരം. വീണ്ടും 3 ഹിസ് പവർ ഓവർ ടൈം, സമയത്തിൻ്റെ മേൽ അധികാരം. യോഹന്നാൻ 5:1 മുതൽ 18 വരെ. ബെത്സയിദാകുളത്തിന് തീരത്തെ സൗഖ്യദായകനായ ക്രിസ്തു. 4 എണ്ണത്തിൻ്റെ മേൽ അധികാരം. ഹിസ് പവർ ഓവർ നമ്പർ. യോഹന്നാൻ 6:1 മുതൽ 15 വരെ. 5 അപ്പം 5000-ആയി വർദ്ധിപ്പിച്ച് എണ്ണത്തിൻ്റെ മേൽ, പരിമിതിയുടെ മേൽ അവൻ്റെ അധികാരം. 5 പ്രപഞ്ച നിയമത്തിൻ്റെ മേൽ. ഹിസ് പവർ ഓവർ നാച്ചുറൽ ലോ. യോഹന്നാൻ 6:16 മുതലുള്ള വാക്യങ്ങൾ. വെള്ളത്തിന് മീതെ നടന്നുകൊണ്ട് ഫിസിക്സിൻ്റെ തിയറി കർത്താവ് മാറ്റി. ഓസ്മോസിസ് തിയറി, ആ തിയറിയെ കർത്താവ് മാറ്റി. ഡെൻസിറ്റി കൂടിയത് ഡെൻസിറ്റി കുറഞ്ഞത് മൊത്തം ഇറങ്ങും എന്നൊരു പ്രപഞ്ച നിയമം. വെള്ളത്തിന് മേൽ നടന്നുകൊണ്ട് ഓസ്മോസിസ് തിയറി കർത്താവ് തിരിക്കുന്നതായിട്ട് നമ്മൾ കാണും. 6-ാമത് യേശുവിൻ്റെ അധികാരം നിർഭാഗ്യത്തിൻ്റെ മേൽ. യോഹന്നാൻ 9:1 മുതൽ 38 വരെ വാക്യങ്ങൾ. അന്ധനായ മനുഷ്യനെ കാണിച്ച് പറയുന്നു, ദൈവം അനുവദിച്ചതാണ് മഹത്വം വെളിപ്പെടുത്താൻ. രോഗം, തകർച്ച തമ്പുരാൻ അനുവദിച്ചു, അതിൽ ദൈവം എന്തോ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. 7-ാമത് ഹിസ് പവർ ഓവർ ലൈഫ് ആൻഡ് ഡെത്ത്,
ജീവന്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരം. യോഹന്നാൻ 11:35 മുതൽ 42 വരെ ലാസറിനെ ഉയർപ്പിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം ക്രിസ്തുവിൻ്റെ സൗഖ്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇന്നും എവിടെയെല്ലാം വചനപ്രഘോഷണമുണ്ടോ രോഗശാന്തിയുണ്ട്. വചനത്തിൻ്റെ കർത്താവിനെ വിശ്വസിക്കുന്നവർ സൗഖ്യത്തിൻ്റെ കർത്താവിനെയും വിശ്വസിക്കണം. നമ്മൾ ഈ വചനം കേട്ടുപോകുമ്പോൾ ഒരാന്തരിക സൗഖ്യം, മനോഹരമായ തിരുമണിക്കൂർ ആരാധനയെ സംബന്ധിക്കുമ്പോൾ ആന്തരിക ശാരീരിക സൗഖ്യങ്ങൾ. യോഹന്നാൻ 5-ൽ ഒരു വലിയ സൗഖ്യം ബെഥേസ്ദാ കുളത്തിൻ്റെ തീരത്ത് 37 വർഷമായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ. 37 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന മനുഷ്യൻ. ദൈവത്തിൻ്റെ മാലാഖ വന്ന് ഉറവയിളക്കിയപ്പോൾ കുളിച്ചവർക്ക് സൗഖ്യം. അന്നത്തെ അറിവിൻ പ്രകാരം ഇത് മാലാഖ ഉറവയിളക്കിയെന്ന് പറയും. അതിൻ്റെ ശാസ്ത്രീയ വ്യാഖ്യാനം ഈ ബെഥേസ്ദാ കുളത്തിൻ്റെ അവിടെ ചില സ്ഥലങ്ങളിൽ ഭൂമിയിലുള്ള കീഴിലുള്ള സമ്മർദ്ദത്തിൽ ഒരു ഉറവക്കണ്ണി പൊങ്ങി വരും. ആ ഉറവക്കണ്ണിയിൽ ഒരുപാട് ഔഷധമുണ്ട്. അത് കുടിക്കുന്നവർക്കും അതിൽ കുളിക്കുന്നവർക്കും സൗഖ്യം. ഇന്നും ഒമാനിൽ സലാല എന്നൊരു സ്ഥലമുണ്ട്, യമൻ്റെ അതിർത്തിയിലാണ്. അവിടെ ചെന്നാൽ കാണാം ഒരു ഉറവക്കണ്ണി. ഇതിങ്ങനെ വെള്ളം പൊങ്ങി വരുമ്പം ഒരു പന്ത് വെച്ചാൽ പന്ത് താഴുകയില്ല, പ്രഷറിലിരിങ്ങനെ വായുവിൽ പന്ത് തള്ളി തള്ളി നിൽക്കും. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട്. ഈ ഒരു ഉറവ ഇളക്കുന്ന സമയത്ത് കുളിക്കുന്ന ആർക്ക് സൗഖ്യം. ഈ സൗഖ്യമാണ് യേശു അവിടെ ആ കുളത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഉറവ ഇളക്കുമ്പം കുളിക്കാൻ ആഗ്രഹിച്ചിട്ടും വെള്ളത്തേക്ക് കൊണ്ടുപോകാൻ ആളില്ലാതെ ഒരു മനുഷ്യൻ ആകെപ്പാടെ ക്ഷീണിതനായി വർഷങ്ങളോളം അവിടെ കാത്തു നിൽക്കുന്നു. 37 വർഷമായി. യേശു വരുമ്പോൾ 32 വയസ്സ്. യേശു ജനിക്കുന്നതിന് 5 വർഷം മുമ്പേ കിടക്കാൻ തുടങ്ങിയവനാണ് ഈ തളർവാദ രോഗി. അങ്ങനെ വരുമ്പോൾ അവനെ സൗഖ്യപ്പെടുത്താൻ ആരുമില്ല. പക്ഷെ യേശു വന്ന് അവൻ ഓർക്കാത്ത സമയത്ത് അവനെ സൗഖ്യപ്പെടുത്തി. എന്നിട്ട് പറയുന്നു, സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ യേശു. ഇന്ന് എത്രയോ സംഭവങ്ങളാണ് നടക്കുക. ഓർക്കുന്ന സമയത്താണോ തമ്പുരാൻ പ്രവർത്തിക്കുക? നമ്മൾ ഓർക്കാത്ത സമയത്തല്ലേ. മോശ ഓർത്തത് എന്താ? 20-ാം വയസ്സിൽ നേതാവാകാം. ദൈവം നേതാവാക്കിയവൻ വയസ്സ് 80 കഴിഞ്ഞു. സക്കറിയ ഓർത്തു 30കളിൽ അപ്പനായ കൊള്ളാം. പക്ഷേ സ്നാപയോഹന്നാന്റെ ബർത്ത്ഡേയും സക്കറിയയുടെ സപ്തതി ആഘോഷവും ഒരുമിച്ചായിരുന്നു. ഓർത്ത സമയത്തല്ല നടന്നത്. പ്രാർത്ഥിച്ചവനായ സക്കറിയ പോലും പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. എല്ലാ പ്രതീക്ഷ അസ്തമിച്ച് ഇനിയൊരു കുഞ്ഞില്ല എന്ന് കരുതി സക്കറിയ ധൂപക്കുറ്റി ആഞ്ഞു വീശി ആട്ടി മധുപകയുടെ മുമ്പിൽ നടക്കുമ്പോഴാ ദൂതം എന്ന് പറയുക, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. വന്ധ്യെന്ന് മുദ്ര കുത്തപ്പെട്ട നിന്റെ ഭാര്യ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. യൂദയാട് മരുഭൂമിയിൽ ക്രിസ്തുവിന് പാതയൊരുക്കുന്ന യോഹന്നാൻ മഗ്ദാനി എന്ന് അവൻ അറിയപ്പെടും. സക്കറിയ ചോദിച്ചു, ഇതെങ്ങനെ ഒക്കും? ദൂതൻ ചോദിച്ചു, പിന്നെ എന്നാ ഒക്കുമെന്ന് ഓർത്തോണ്ടാ ഇത്രയും നാൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഒപ്പിച്ചു തന്നപ്പം സംശയിക്കുകയാണ്. സക്കറിയ മറന്നു, പക്ഷെ ദൈവം മറന്നില്ല. അപ്പോൾ ഓർക്കുന്ന സമയത്തല്ല പ്രവർത്തിക്കുക. അബ്രാഹം 20കളിൽ അപ്പനാകാൻ ആഗ്രഹിച്ചതാ. അപ്പനായപ്പോഴോ 100-ാം വയസ്സിൽ അബ്രാഹം ഒരു കുഞ്ഞില്ലല്ലോ കൊച്ചില്ലല്ലോ എന്നോർത്ത് വീടിൻ്റെ വരാന്തയിൽ കുത്തിയിരിക്കുമ്പം വീടിൻ്റെ പിന്നാമ്പുറത്തൊരു ശബ്ദം. നോക്കുമ്പം മിസ്സിസ് അബ്രാഹം സാറ കുത്തിയിരുന്ന് ഓക്കാനിക്കുന്നു. കിളിച്ചുണ്ടൻ മാങ്ങ കടിച്ചു പറിക്കുന്നു, വാളം വിളി ചവച്ച് നുണയുന്നു. തല തൂത്ത് കൊടുത്തു, പുറം തടവി കൊടുത്തു, മുതുക് തലകൊടി കൊടുത്തു. ഓർത്ത സമയത്തല്ലല്ലോ. ഓർക്കാത്ത സമയത്ത് കർത്താവ് പ്രവർത്തിക്കും. അവന് സൗഖ്യം അങ്ങനെ. ക്യാൻസറിന് മരുന്ന് ചെയ്ത് മാറുകയെന്ന് കരുതി ദിവ്യകാരുണ്യ ആരാധനയിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർ അസാധ്യമെന്ന് പറഞ്ഞ രോഗത്തിന് സൗഖ്യം. 100-ാം വയസ്സിൽ ഒരു സ്ത്രീയെ അമ്മയാക്കാൻ പറ്റുന്നവന് 50 വർഷം ചികിത്സിച്ച രോഗം മാറ്റാൻ ഒരു നിമിഷം മതി. എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്നു, എത്രയോ അത്ഭുതങ്ങൾ. കാരണം ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുമ്പം മനുഷ്യന്റെ ദേഹത്ത് തരംഗങ്ങൾ മാറി മാറി മാറും. തരംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ദേഹത്ത് 4 കൂട്ടം തരംഗങ്ങളുണ്ട്. 1 ആൽഫ തരംഗം, 2 ബീറ്റ തരംഗം, 3 ഡെൽറ്റ തരംഗം, 4 തേറ്റ തരംഗം. 4 കൂട്ടം തരംഗങ്ങൾ മാറി മാറി വരും. ഈ ആൽഫ തരംഗം ഒരു കുർബാനയിൽ പങ്കെടുത്ത് ഇറങ്ങുമ്പം നമ്മുടെ ദേഹത്ത് ആൽഫ തരംഗമാണ്. 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ ദേഹത്ത് ആൽഫ തരംഗമാണ്. ഒരു അധ്യായം ബൈബിൾ വായിക്കുമ്പം, ഒരു കൊന്ത ചെല്ലുമ്പോൾ, ഒരു നല്ല ഭക്തിഗാനം കേൾക്കുമ്പോൾ, ഒരു ഭക്തിഗാനം പാടുമ്പോൾ ദേഹത്ത് ആൽഫ തരംഗമാണ്. ആൽഫ തരംഗമുള്ളവരുടെ മുഖത്ത് ദൈവം പ്രകാശം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ദൈവവുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ഒരു പ്രകാശമുണ്ട്. എൽപ്രേസ്യാമ്മയുടെ തലയുടെ മുകളിൽ ഒരു പ്രകാശം, അൽഫോൻസാമ്മ, ചാവറയച്ചൻ, മദർ തെരേസ, വിശുദ്ധിയൊക്കെ തലയ്ക്ക് മുകളിൽ ഒരു ഹാലോ,
ഒരു പ്രകാശമുണ്ട്. അത് ദൈവം പ്രകാശമാണ്. ആദ്യമായിട്ട് ദൈവം വായ തുറന്ന് ബൈബിളിൽ പറയുന്ന വചനം ഉൽപ്പത്തി 1:3, പ്രകാശം ഉണ്ടാകട്ടെ, പ്രകാശം ഉണ്ടാകട്ടെ. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ നടന്നു. രാത്രിയിൽ ദീപസ്തംഭത്തിൽ പ്രകാശം. യേശു പിറന്നപ്പോൾ പ്രകാശം പിറന്നു, നക്ഷത്രം ഉദിച്ചു. യേശു മരിച്ചപ്പം പ്രകാശം മരിച്ചു, സൂര്യൻ ഇരുണ്ടു. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായി 5:13-14, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ്. സംഗീതം 34:10, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി മാറി. അപ്പോൾ ദൈവവുമായി ബന്ധപ്പെട്ട പ്രകാശമുണ്ട്. ആൽഫാതരംഗം വരുമ്പോഴാണ് മുഖപ്രകാശം. അച്ഛന്മാരും സിസ്റ്റേഴ്സിനെയും കാണുമ്പം ആൾക്കാർക്കറിയാം, സിസ്റ്റർമാർ സാരിയുടെ സിസ്റ്റേഴ്സാണെങ്കിലും മുഖം കാണുമ്പോൾ അറിയാം ഇത് സിസ്റ്ററാണ്. അച്ഛൻ പാൻസും കോട്ടും സ്വർണ്ണമാലയും മോതിരിട്ട് പോയാലും ആൾക്കാർക്കറിയാം ഇത് അച്ഛനാണ്. കാരണം മുഖം കാണുമ്പം നമുക്കറിയാൻ പറ്റും. ഒളിച്ചു വെക്കാൻ പറ്റാത്ത ഒരു പ്രകാശം നമ്മളിലുണ്ടായിരിക്കും ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ. ഈ ആൽഫാതരംഗം ഉള്ളവരെ എത്ര മണിക്കൂർ കേട്ടാലും കേൾക്കുന്നവർക്ക് മടുപ്പില്ല, മുഷിപ്പില്ല. അതുകൊണ്ടാണ് പെറ്റതള്ളയോട് വർത്തമാനം പറയുമ്പം മക്കൾ എഴുന്നേറ്റ് പോവുകയല്ല. എത്ര നേരം വേണേലും അമ്മയെ കേട്ടുകൊണ്ടിരിക്കും. അമ്മയുടെ ദേഹത്ത് ആൽഫാതരംഗം, അപ്പൻ്റെ ദേഹത്ത് ബീറ്റാതരംഗമാണ്. അപ്പം വർത്താനം പറയുമ്പോഴേ പിള്ളേർ ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങും. ബീറ്റാതരംഗം. ഒരു സുപ്പീരിയർ ഒരുപാട് തലചിന്തിച്ച് ഗുണമാകുമ്പോൾ ബീറ്റാതരംഗം. എനിക്ക് എപ്പോഴും ഉണ്ട് ആൽഫാതരംഗമായിട്ട് പോകണം. പക്ഷേ ഇങ്ങനെ ചില സ്ഥാനത്തേക്ക് ഇരുന്ന് ചില തീരുമാനം എടുക്കുമ്പം അറിയാതെ ബീറ്റാതരംഗം. ബീറ്റാതരംഗം വരുമ്പം തലവേദന, സന്ധിവേദന, അലർജി, തുമ്മൽ, ചീറ്റിൽ, വയറ്റ് വേദന, കൊളുത്തിപ്പിടുത്തം, കുഴവേദന, ഇങ്ങനെ പല രീതിയിൽ വരാൻ തുടങ്ങും. അത് ബീറ്റാതരംഗം. അപ്പം ബീറ്റാതരംഗം ഒത്തിരി ടെൻഷൻ വരുമ്പോൾ. 3, ഡെൽറ്റാതരംഗം. ഡെൽറ്റാതരംഗം പൊടി മയക്കത്തിൽ ദേഹത്തുണ്ടാകുന്ന തരംഗമാണ് ഡെൽറ്റാതരംഗം. ഉപ്പുമാവ് കഴിച്ച് കപ്പ് തേച്ച് ക്ലാസ്സിൽ പോയാൽ ഡെൽറ്റാതരംഗമാണ്. ഈ സമയത്ത് സാധാരണയായിട്ട് പ്രസംഗിക്കുമ്പം കേൾക്കുന്നവരുടെ ശരീരത്ത് ഡെൽറ്റാതരംഗമാണ്. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് 2:30 മറ്റും പ്രസംഗിക്കുമ്പം ധ്യാനകേന്ദ്രത്തിൽ ചില പെണ്ണുങ്ങൾ അച്ഛനെ നോക്കി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ തലയാട്ടുന്ന കാണാം. ഇത് ഡെൽറ്റാതരംഗമാണ്. പൊടി മയക്കത്തിൽ ഡെൽറ്റാതരംഗം. ചുറ്റുപാട് എന്തോ സംഭവിക്കുന്നറിയാം, പക്ഷെ ഒരു പൊടി മയക്കം, അത് ഡെൽറ്റാതരംഗം. ഞാൻ ഒരു മഠത്തിൽ ധ്യാനിപ്പിക്കുന്നു. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 സിസ്റ്റേഴ്സിൻ്റെ കുമ്പസാരം. 30 പേരുണ്ട്. കുമ്പസാരക്കൂടിൽ കൈവെക്കുന്ന തടിയാണെങ്കിൽ ഡെസ്കിൻ്റെ അത്രയും വീതിയുണ്ട്. മുടിച്ച് വരണം. അന്ന് മദറിൻ്റെ ഫീസ്റ്റായിരുന്നു. ഉച്ചയ്ക്ക് എല്ലാവർക്കും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. 2 മണിയായപ്പോൾ നെയ്മയം കണ്ണി കയറി പോള കൂട്ടിമുട്ടുന്ന ഒരു ഡെൽറ്റാതരംഗം, ഒരു പൊടി മയക്കം. ഒരു സിസ്റ്റർ വന്ന് മുട്ടുകുത്തി 5-6 പേരെ കുമ്പസാരിപ്പിച്ചതറിയാം. അത് കഴിഞ്ഞ് ഞാൻ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു. ഒരു സിസ്റ്റർ വന്ന് മുട്ടുകുത്തി കുമ്പസാരിച്ച് കഴിഞ്ഞ് വരച്ചാൽ തീർന്നു. അപ്പോഴാണ് ചമ്മന് കുമ്പസാരക്കൂടിൽ അച്ഛൻ ഉറങ്ങുന്നത്. നാണങ്ങളുടെ പരിപാടി. ഞാൻ സുബോധം വീണ്ടെടുത്തു. സിസ്റ്റർമാർക്ക് കൊടുക്കാവുന്ന നല്ല ഉപദേശം ഓർമ്മയിലുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വന്നുപോയ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് 5 പ്രാവശ്യം സ്വർഗസ്വനായ പിതാവേ ചൊല്ലി കാഴ്ചവെക്കണം. ഇങ്ങനെ പറയാൻ ഓങ്ങിയത്. പക്ഷെ തുടങ്ങിയതറിയാം വീണ്ടും ഡെൽറ്റാതരംഗം. ഞാൻ മയങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, വന്നുപോയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് 5 പ്രാവശ്യം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞാനങ്ങ് ചൊല്ലിപ്പോയി. സിസ്റ്റർ ചോദിച്ചു, എന്നാ അച്ഛാ ഇത്? അപ്പോൾ വീണ്ടും വിചാരം വന്നു. രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി നിർത്തി 5 പ്രാവശ്യം ചൊല്ലി കാഴ്ച വെക്കണം. അപ്പോൾ ഡെൽറ്റാതരംഗം വരുമ്പോഴത്തേക്ക് നമ്മൾ മയങ്ങിപ്പോകാം. 4, തേറ്റാതരംഗം. ഈ തേറ്റാതരംഗം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 1 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ദേഹത്തുണ്ടാകുന്ന തരംഗമാണ് തേറ്റാതരംഗം. നല്ല ഉറക്കത്തിൽ വരുന്ന തേറ്റാതരംഗം. ബീറ്റ, ഡെൽറ്റ, തേറ്റാതരംഗങ്ങൾ നല്ല കരിസ്മാറ്റിക് ധ്യാനത്തിലെ കൗൺസിലിങ്ങിലൂടെയോ കുമ്പസാരത്തിലൂടെ പാപമോചനം മേടിച്ചോ ആരാധിച്ചും പ്രാർത്ഥിച്ചും പറഞ്ഞും തീർത്തില്ലെങ്കിൽ സാവധാനം അൾസർ, അസിഡിറ്റി, കുഴവേദന, ശ്വാസം മുട്ടൽ, അലർജി ഈ രോഗങ്ങളായിട്ട് വരും. ഗ്രോത്ത്, അൺനെസറി ഗ്രോത്ത് ശരീരത്തിലുണ്ടാവും. നമ്മുടെ ദിവ്യകാരുണ്യ ആരാധനയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബീറ്റ, ഡെൽറ്റ, തേറ്റാതരംഗങ്ങൾ ആൽഫാ തരംഗമായി രൂപാന്തരപ്പെടുമ്പോൾ ദേഹത്തുള്ള രോഗങ്ങൾ വിട്ടുമാറും. അത്ഭുതകരമായ രോഗശാന്തി, സൗഖ്യാനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഭരണജ്ഞാനം അസീസി ധ്യാന മന്ദിരത്തിൽ ഓപ്പറേഷന് ധൈര്യം കിട്ടാൻ വേണ്ടി ധ്യാനം കൂടാൻ വരുന്നവരാ. ഓപ്പറേഷന് ധൈര്യം കിട്ടാൻ വേണ്ടി. പക്ഷെ ധ്യാനം കഴിയുമ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഭാഗത്തുള്ള അസുഖം കാണാനില്ല. അത്ഭുതകരമായ വിടുതൽ. ഒരു സൈക്കോളജിക്കൽ ഹീലിംഗ് അല്ല, തരംഗ ചികിത്സയിലൂടെ വരുന്ന ഒരു വലിയ മാറ്റം. ദിവ്യകാരുണ്യ സന്നിധി നമുക്ക് തരംഗം വരും. മത്തായി സുവിശേഷം 11,
27 മുതലുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് കൈപിടിച്ച് നടത്തുന്നു. അതാണ് ബെത്സേദ കുളത്തിന് തീരത്ത് നമ്മൾ കാണുക, തടന്നവനെ സുഖപ്പെടുത്തുന്ന കർത്താവ്. വീണ്ടും യോഹന്നാൻ 9 മറ്റൊരു സൗഖ്യം നമ്മൾ കാണുന്നു. അന്ധൻ്റെ സൗഖ്യം. അന്ധൻ്റെ സൗഖ്യം, കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം. ശിഷ്യന്മാരെ എന്ന് ചോദിച്ചു, ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടാണോ, ഇവൻ്റെ അപ്പനമ്മമാരുടെ കുറ്റം കൊണ്ടാണോ? സഭയിൽ പണ്ടുണ്ടായിരുന്നതും ഇന്ന് ചില സ്ഥലങ്ങളിലെല്ലാം ഊന്നുന്നതുമായ തെറ്റായ ഒരു ധ്യാനപ്രസംഗവും പ്രബോധനത്തെയും കർത്താവ് തിരുത്തുന്നു. എന്തു വന്നാലും പൂർവ്വശാപം എന്ന് പറയുന്നത് ആൻറ്റി ബിബ്ലിക്കലാണ്, ബൈബിളിന് വിരുദ്ധമാണ്. KCBC, ബൈബിൾ കമ്മീഷൻ, കരിസ്മാറ്റിക് ഗ്രൂപ്പ് ഒക്കെ വിലക്കിയ ഒരു പ്രബോധനം ചിലർ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ട് നടപ്പുണ്ട്. എന്തു വന്നാലും പൂർവ്വശാപ ബന്ധനം, പൂർവികയുടെ ബന്ധനം, അത് തെറ്റാണെന്ന് ക്രിസ്തു ആദ്യം പഠിപ്പിച്ചത് യോഹന്നാൻ 9. അതുകൊണ്ട് ക്രിസ്തുവനിഷ്ഠരായ സഭയും മേൽപ്പെട്ടക്കാരും പഠിപ്പിക്കും, ആ അബദ്ധ പ്രസംഗങ്ങൾ നടത്താൻ പാടില്ല. അത് നിരോധിക്കപ്പെടുന്നതും നിഷേധിക്കപ്പെടുന്നതും സഭ വിലക്കിയതുമാണ്. പൂർവ്വശാപ ബന്ധനങ്ങൾ പ്രസംഗത്തിൽ പറയരുതെന്നാണ്. അവിടെയാണ് അന്ധനായ മനുഷ്യനെ കാണിച്ച് ചോദിക്കുന്നു, ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടാണോ, ഇവൻ്റെ അപ്പനമ്മമാരുടെ കുറ്റം കൊണ്ടാണോ, പൂർവ്വശാപം കൊണ്ടാണോ? യേശു പറഞ്ഞു, അന്ധവിശ്വാസം ഇനി പറഞ്ഞു വരരുത്. അവൻ അന്ധനായത് ആരുടെയും പാപത്തിൻ്റെ ഫലമല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇവൻ അന്ധനായിരിക്കുന്നു. ഇപ്പം നമുക്കൊരു സംശയം, അന്ധതയിൽ എന്താണ് ദൈവത്തിൻ്റെ മഹത്വം? അന്ധതയിൽ എന്താണ് ദൈവത്തിൻ്റെ മഹത്വം? ഞാൻ റേബാൻ കണ്ണട മേടിക്കാൻ കാശില്ലാതെ അലയുമ്പോൾ 2 കണ്ണുമില്ലാത്ത അന്ധനെ കാണുന്നു. അപ്പോൾ ഓർക്കും, ദൈവമേ എനിക്ക് കാഴ്ചയുണ്ടല്ലോ. കാഴ്ചയുള്ളവൻ കാഴ്ചയില്ലാത്തവന് മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വം കാണണം. ഒരു ജോഡി ഷൂസ് മേടിക്കാൻ കാശില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കാലില്ലാത്ത ഒരുത്തൻ ഒരു കോലയിൽ ഞാന്ന് വരുന്നു. അപ്പോൾ കാലുള്ള ഞാൻ കാലില്ലാത്തവനെ കാണുമ്പോൾ ദൈവം എനിക്ക് തന്ന മഹത്വം ഞാൻ കാണണം. ഇതാണ് സൗഖ്യമെന്ന് പറയുക. ഒടിഞ്ഞ കൈ നുവരുന്നതല്ല, വളഞ്ഞ കാല് നേരെയാകുന്നതല്ല, മാരകമായ രോഗം മാറുന്നതല്ല, മനോഭാവത്തിൻ്റെ മാറ്റമാണ് ഏറ്റവും വലിയ സൗഖ്യം. എസെക്കിയേൽ 36:26, നിന്റെ ഹൃദയം പാറ പോലെ ഉറച്ചു പോയാലും ഞാൻ പിടിതെടുത്ത് മാംസളമായ ഹൃദയം തരും. ഏറ്റവും വലിയ അത്ഭുതം ക്യാൻസർ മാറുന്നതല്ല, ക്യാൻസർ ഉള്ള അവസ്ഥയെ ഇല്ലാത്ത അവസ്ഥ പോലെ ഫേസ് ചെയ്യാൻ മനക്കെട്ടിയുണ്ടോ? ഏറ്റവും വലിയ അത്ഭുതം അതാണ് ഏറ്റവും വലിയ അത്ഭുതം. യേശു പറഞ്ഞു, ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കിന്ന് അന്ധന്മാരെ ആണേലും വിശ്വസിക്കാൻ മേലാത്ത കാലം. ആദ്യ വെള്ളിയാഴ്ചകളിൽ കുറവലങ്ങാട് പള്ളിയുടെ മുറ്റത്ത് ചെന്നാൽ അന്ധന്മാരുടെ കോട്ടയം ജില്ലാ സമ്മേളനമാണ്. എത്ര പേരാ! സ്വയം പറയാൻ മേലാത്തവർ റെക്കോർഡ് ചെയ്തവരെ പുതപ്പോട് പുതപ്പിച്ചിട്ടാണ് പറയുക, കണ്ണുള്ള നിങ്ങൾ കണ്ണില്ലാതെ ഞങ്ങൾക്ക് വല്ലതും തന്നിട്ട് പോണേ. ഒരു ചേട്ടൻ ഒരന്ധന് 5 രൂപ ഇട്ട് കൊടുത്തു. ആ തുട്ടങ്ങ് ഉരുണ്ടുപോയി. അന്ധൻ ഒറ്റ ഓട്ടം ഓടിപ്പോയി തുട്ടെടുത്തുകൊണ്ട് വന്ന് തരക്കിട്ടതിൽ വെച്ചു. ഇപ്പം കാശ് കൊടുത്ത ആൾ പറഞ്ഞു, താൻ കള്ളനാണ്, കാഴ്ചയുണ്ട്, തുട്ടെടുക്കാൻ ഓടിയല്ലോ. ഞാൻ പറഞ്ഞു, പൊന്നു സാറേ, എന്നെ ദ്രോഹിക്കരുത്, ഞാൻ യഥാർത്ഥ അന്ധന് പകരം വന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് അന്ധനാണ്. അപ്പം അവന് 5:30 ആകുമ്പോൾ ഞാൻ പോവും, മറ്റവൻ വരും. അവനവിടെ പോയതാ, അവൻ സിനിമ കാണാൻ പോയതാണ്. 5:30 ആകുമ്പോൾ തിരിച്ചു വരും. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഇവിടെയാണ് കർത്താവ് ഈ അന്ധനെ സൗഖ്യപ്പെടുത്തിയിട്ട് അയക്കുന്ന ഭാഗം കാണാം. എന്നിട്ട് ഈ സൗഖ്യം കൊടുത്തുകൊണ്ട് ഒരു പാഠം പഠിപ്പിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ചയല്ല അത്ഭുതം, പിന്നെയോ അന്ധതയുടെ അവസ്ഥയെ അന്ധതയില്ലാത്ത അവസ്ഥ പോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഭാവം ഈ സൗഖ്യവും കർത്താവ് പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന മുമ്പിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിൽ വലിയ മാറ്റം വരും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരുന്നത് പ്രാർത്ഥനാ വിഷയത്തിലല്ല, പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലാണ്. ഇതാണ് കുർബാന പഠിപ്പിക്കുന്ന പാഠം. അതാണ് പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരുന്നത് പ്രാർത്ഥനാ വിഷയത്തിലല്ല, പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലാണ്. യേശു പ്രാർത്ഥിച്ചു, കാസ മാറ്റിത്തരണേ. കാസ മാറിയില്ല, കുടിക്കാൻ യേശുവിൻ്റെ മനസ്സിൽ മാറ്റം വന്നു. 2 കൊരിന്ത്യർ 12 പൗലോസ് പ്രാർത്ഥിച്ചു, കുത്തുന്ന മുള്ളെടുത്ത് മാറ്റണം. മുള്ള് മാറ്റുകയല്ല, ആ കുത്തുന്ന മുള്ളിനെ കുത്തേക്കാൻ പൗലോസിൻ്റെ മനസ്സ് ശക്തിയുള്ളതായി തീർന്നു. നിനക്കെൻ്റെ കൃപ മതി, നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി ഞാൻ വെളിപ്പെടുത്തും, നിനക്കെൻ്റെ കൃപ മതി. അപ്പം ലോകത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന മാറ്റം, കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധനയിൽ പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരുന്നത് പ്രാർത്ഥനാ വിഷയത്തിലല്ല, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലാണ്. ഇതാണൊരു സൗഖ്യത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടെന്ന് പറയുക. അപ്പോൾ ഈ വിശുദ്ധ കുർബാന
നമുക്കൊരു വലിയ അനുഭവമായിട്ട് മാറുമ്പോൾ എന്താണ് ഈ വിശുദ്ധ കുർബാന? വിശുദ്ധ കുർബാനയെ വിളിക്കുന്ന വാക്ക് ക്രിസ്തുവിൻ്റെ ആത്മബലി. ക്രിസ്തുവിൻ്റെ ആത്മബലി. ആത്മബലി എന്ന രീതിയിൽ വിശുദ്ധ കുർബാനയിൽ 3 യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മബലി എന്ന രീതിയിൽ കുർബാനയിൽ 3 യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1 ഭൂതകാല യാഥാർത്ഥ്യം, 2 വർത്തമാനകാല യാഥാർത്ഥ്യം, 3 ഭാവികാല യാഥാർത്ഥ്യം. 3 യാഥാർത്ഥ്യങ്ങൾ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു. ഭൂതകാല യാഥാർത്ഥ്യം 2016 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെസഹായുടെ രാത്രിയിൽ ക്രിസ്തു സ്ഥാപിച്ചു എന്ന രീതിയിൽ ഒരു ഭൂതകാല യാഥാർത്ഥ്യമാണ്. ആരും ഓർത്തേക്കല്ലേ, ഇന്ന് 2016 ഒക്ടോബർ മാസം 10-ാം തീയതി പിതാവർപ്പിക്കുന്ന ഒരു കുർബാന ഇന്നലെയോ ഇന്നോ കണ്ടുപിടിച്ചതല്ല. അത് പുന്നക്കോട്ടി പിതാവോ പോത്തനാമോഴി പിതാവോ കണ്ടത്തിൽ പിതാവോ ആരും കണ്ടുപിടിച്ചതല്ലല്ലോ. ഇന്നത്തെ കുർബാന ഒരു കടവിലെ വെള്ളമാണ്. ഒരു കടവിലെ വെള്ളമാണ് ഇന്നത്തെ കുർബാന. ഇവിടുന്ന് പുറകോട്ട് നമ്മൾ നീന്തണം. നീന്തുമ്പോൾ ഇതേ കുർബാന 1900 AD-യിലുണ്ട്, 800 AD-യിലുണ്ട്, 500 AD-യിലുണ്ട്, AD 33-ലുണ്ട്. ഇതൊരു മാവേലി കഥയല്ല, രാമായണ ഇതിഹാസങ്ങളല്ല, ചരിത്ര സംഭവം. ഇന്നേക്ക് 2016 വർഷം പുറകോട്ട് നീന്തി ചെന്നാൽ ഒരു ഉറവ കാണാം. കുർബാന സ്ഥാപിച്ച ആ ആദ്യത്തെ രാത്രി. അവിടുന്ന് 2016 വർഷം ഒഴുകി വന്ന ഇന്നത്തെ കടവ്. ഇപ്പം വിശുദ്ധ കുർബാന ഒരു ഭൂതകാല സത്യമാണ്, ചരിത്ര സത്യമാണ്. യേശുവിൻ്റെ ആത്മബലി എന്ന രീതിയിൽ കുർബാന ഒരു ഭൂതകാല യാഥാർത്ഥ്യമാണ്. 2 ഇത് വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. ഇന്ന് എനിക്ക് ബലം തരുന്നത് ഈ കുർബാനയാണ്. എത്ര മനസ്സിന് ഭാരമുണ്ടെങ്കിലും ഓടിച്ചെന്ന് ഇന്ന് എനിക്ക് ബലം നേടാം വിശുദ്ധ കുർബാനയിൽ നിന്ന്. ഇതൊരു വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. ഇന്ന് എനിക്ക് ബലം തരുന്ന ശക്തി എന്ന രീതിയിൽ. അതുകൊണ്ടാണ് എന്നും കുർബാനയിൽ പങ്കെടുത്തവർക്ക് ഒരു ദിവസം കുർബാനയില്ലെങ്കിൽ മനസ്സിനെന്തൊരു ഭാരമാണ്. കുർബാന നഷ്ടപ്പെട്ടു പോയാൽ അത് നഷ്ടപ്പെട്ട ദിവസമായിട്ട് തോന്നും. വർക്കിവിധേയത്തിൽ പിതാവ് ഒരിക്കൽ സീറോ മലബാർ സഭയുടെ പ്രവാസി സംഗമം വിളിച്ചു കൂടിയപ്പം കപ്പുച്ചി സഭയുടെ പ്രതിനിധിയായി ഞാനും കാക്കനാട് പങ്കെടുക്കാൻ പോയി. അന്ന് ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജിയായ കുര്യൻ ജോസഫ് സാറുണ്ട്. അപ്പോൾ കുര്യൻ ജോസഫ് സാറ് പ്രസംഗത്തിൽ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നഷ്ടപ്പെട്ട ദിവസം കുർബാനയ്ക്ക് പോകാത്ത ദിവസമാണ്. എനിക്ക് ഏറ്റവും നേട്ടമുള്ള ദിവസം കുർബാനയിൽ പങ്കെടുക്കുന്ന ദിവസമാണ്. എല്ലാ കേസുകളിലും ഒരു പഴുതുമില്ലാതെ വിധി പ്രസ്താവിച്ച ജഡ്ജി എന്ന പേര് ഹിമാചൽ പ്രദേശിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതുമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഭാര്യയോടൊത്ത് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും രഹസ്യങ്ങൾ കൈവിരിച്ച് ചെല്ലും. അടുത്തുള്ള കോൺവെന്റ് ചാപ്പലിൽ കുർബാനയ്ക്കായിട്ട് ചെന്നിട്ട് മഹിമയുടെയും പ്രകാശത്തിൻ്റെ രഹസ്യം അവിടെയും ചെല്ലും. കുർബാന കഴിഞ്ഞ് നന്ദി പ്രകടനം നടത്തും. അതിനുശേഷം ഞാൻ തിരിച്ചു പോരും. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് പത്രം ഓടിച്ചു വായിക്കും. പിന്നീട് 2 മണിക്കൂർ സമയം അന്ന് വിധി പറയേണ്ട കേസുകൾ ഞാനെടുത്ത് ഫയൽ നോക്കും. ഒരു പഴുതുമില്ലാതെ തെറ്റുമില്ലാത്ത രീതിയിൽ വിധി പ്രസ്താവിക്കാൻ എനിക്ക് ശക്തി തരുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള എൻ്റെ ശക്തിയാണ്. കുർബാനയില്ലാത്ത ദിവസം എനിക്ക് നഷ്ടപ്പെട്ട ദിവസമാണ്, ഒരു ഉണർവില്ലാത്ത ദിവസമാണ്. ഞാൻ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി അസംഷൻ പള്ളിയിൽ ധ്യാനിപ്പിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷം ഒരു വലിയ ഹർത്താൽ പ്രഖ്യാപിച്ചു. അവിടെ കളക്ടറേറ്റ് എല്ലാം വളയുകയാണ്. അന്നത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട് മുൻ വോളിബോൾ താരം ജിമ്മി ജോർജിൻ്റെ സഹോദരൻ ജോസ് ജോർജാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇന്ന് കൽപ്പറ്റയിൽ കളക്ടറേറ്റ് വളയുമ്പോൾ ശക്തമായി നേരിടാൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുണ്ട്. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കാണ് വലിയ ദോഷം. ഇന്നത്തെ കുർബാനയിൽ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. എന്നോടത്ത് ആ കുർബാനയിൽ ഈ ജോസ് ജോർജ് പങ്കെടുത്തു. പകല് മുഴുവൻ ജനമെരമ്പുമ്പോൾ ജോസ് ജോർജ് കയ്യിൽ ശക്തമായി തൂക്കം പിടിച്ച് പുറകിൽ ഇടത് കൈ കെട്ടി നടന്നു. പുറകിൽ കെട്ടിയ കയ്യിൽ കൊന്ത ഉരുട്ടിക്കൊണ്ടിരുന്നു. വൈകിട്ട് 7 മണിക്ക് പള്ളിയിൽ വന്ന് പറഞ്ഞു, അച്ഛാ, ഒരു കരികലിക്ക് പോലും ക്ഷതമേറ്റില്ല. ഇന്നത്തെ കുർബാന ഇന്നത്തെ ദിവസം പിടിച്ചു നിൽക്കാൻ എനിക്ക് ശക്തി തന്നു. ഇന്ന് എനിക്ക് ശക്തി തരുന്നത് വിശുദ്ധ കുർബാനയാണ്. ഏത് രോഗവും ഏത് മനസ്സിൻ്റെ ഭാരവും അലട്ടുന്ന അസ്വസ്ഥതയുണ്ടോ അതിന് പിടിച്ചു നിൽക്കാനുള്ള ആ കൃപ സൗഖ്യാനുഭവം നമുക്ക് തരുന്നത് വിശുദ്ധ കുർബാനയാണ്. തിരുവനന്തപുരം ജില്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ SP ആയിരുന്നു ഇരിങ്ങാലക്കുടക്കാരൻ ഔട്ടത്തൂർ സ്വദേശി ഫ്രാൻസിസ് ചിറ്റലപ്പള്ളി സാറ്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ എന്നും രാവിലെ അദ്ദേഹവും ഭാര്യയും 3 മക്കളും അംഗരക്ഷകനും കൂടി കുർബാനയ്ക്ക് വരും. കുർബാന കഴിഞ്ഞ് 10 മിനിറ്റ് കണ്ണടച്ച് കൈകൂപ്പി നിൽക്കും. ഞാൻ ചോദിച്ചു, ഫ്രാൻസിസ് സാറ്, ഇത്രയേറെ തിരക്കുണ്ടായിട്ടും
മുടങ്ങാതെ കൃത്യം കുർബാനയ്ക്ക് വരാൻ പറ്റുന്നത് എങ്ങനെ? അദ്ദേഹം പറഞ്ഞു, അച്ഛാ 18 വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് വന്നത് വെറും 800 രൂപയായിട്ടാണ്. ഈ കരങ്ങൾ സക്രാരിയുടെ മുമ്പിൽ കൂട്ടിപ്പിടിച്ച് തുറന്നു പിടിച്ച് എന്തൊക്കെ ചോദിച്ചോ അതെല്ലാം അവൻ എനിക്ക് വെച്ച് തന്നിട്ടുണ്ട്. ആ തമ്പുരാനെ മറക്കുക എനിക്ക് സാധ്യമല്ല. വിശുദ്ധ കുർബാന ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. വീണ്ടും വിശുദ്ധ കുർബാന ഒരു ഭാവികാല യാഥാർത്ഥ്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു 6-ാം അധ്യായത്തിലെ അവസാന വാക്യങ്ങൾ, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും നിത്യം ജീവിക്കും. നിത്യ ജീവിതത്തിന് അച്ചാരമെന്ന രീതിയിൽ വിശുദ്ധ കുർബാന ഒരു ഭാവികാല യാഥാർത്ഥ്യമാണ്. നാളെ ഞാൻ ജീവിക്കും എന്നതിൻ്റെ ഒരു ഭാവികാല ഉറപ്പ് എനിക്ക് ലഭിക്കുന്നു വിശുദ്ധ കുർബാനയിൽ. ഈ ശരീരം ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ചാലും നിത്യം ജീവിക്കും. വിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ ആത്മബലിയാണ്. ആ രീതിയിൽ ഇത് ഭൂതകാല യാഥാർത്ഥ്യമാണ്, വർത്തമാനകാല യാഥാർത്ഥ്യമാണ്, ഇത് ഭാവികാല യാഥാർത്ഥ്യവുമാണ് വിശുദ്ധ കുർബാന. ഈ കുർബാനയെ പൂർവികർ വിളിച്ച വാക്ക് തിരുപ്പാതയം. തിരുപ്പാതയം, പാതയം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ്, പാതയം പൊതിച്ചോറ്. മനുഷ്യർ പണ്ട് നീണ്ട യാത്ര ചെയ്യുമ്പം ചോറും പൊതി കെട്ടിക്കൊണ്ട് പോകും. ക്ഷീണിക്കുമ്പം ഇരുന്ന് കഴിക്കും, പിന്നെയും യാത്ര തുടരും. അതുകൊണ്ട് വിളിക്കും കുർബാന പാതയം പൊതിച്ചോറ്. തിരുപ്പാതയം സഭയുടെ യുഗാന്ത്യോന്മുഖമായ യാത്രയിൽ ക്രിസ്തു നമുക്ക് വേണ്ടി കെട്ടിത്തന്ന പൊതിച്ചോറാണ്. രണ്ടാമത്തെ ആഗമനം കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ കുർബാനയുടെ ആവശ്യമില്ല. അവന് രണ്ടാമത്തെ വരവ് വരെ മണവാട്ടി സഭയ്ക്ക് മണവാളം കെട്ടിക്കൊടുത്ത പൊതിച്ചോറ് തിരുപ്പാതയം വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് 1961 നവംബർ മാസം 21-ാം തീയതി വൈകിട്ട് ന്യൂയോർക്ക് നമ്മുടെ ഹൃദയഭാഗത്തുള്ള വിസിറ്റേഷൻ കോൺവെന്റിലേക്ക് ഒരു ഫോൺ കോൾ. നാളെ രാവിലെ കോൺവെന്റ് ചാപ്പലിൽ കുർബാനയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ ശബ്ദം, 3 ആണുങ്ങൾ അതിൽ പങ്കെടുക്കാൻ വരും. ആരാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് റിസീവർ അങ്ങേ തലയ്ക്കൽ താഴെ വെച്ചു. ദിവസം രാവിലെ 6:30 ആയപ്പോൾ അമേരിക്കയുടെ സർവ്വസൈന്യാധിപനായ ജോൺ എഫ് കെന്നഡിയും 2 അംഗരക്ഷകരും കോൺവെന്റ് ചാപ്പലിൽ കുർബാനയ്ക്ക് വന്നു. കുർബാന സ്വീകരിച്ചു, തിരിച്ചുപോയി. അന്ന് വൈകിട്ട് 8:30 ലോകം കണ്ണുനീരിലാണ്ട ആ വാർത്ത കേട്ടു. അമേരിക്കയിലെ ഡാളസിൽ ഒരു മനുഷ്യന്റെ വെടിയുണ്ടയേറ്റ് സർവാധീനായ ജോൺ എഫ് കെന്നഡി ഇഹലോകവാസം വെടിഞ്ഞു. നിത്യത്തിലേക്കുള്ള യാത്രയുടെ അന്നും വിശുദ്ധ കുർബാന എന്ന പൊതിച്ചോറും കെട്ടിക്കൊണ്ടുള്ള ഒരു വിശ്വാസിയുടെ യാത്ര. നമ്മുടെ ജീവിതത്തിൽ ശക്തി തരുന്ന പൊതിച്ചോറ് തിരുപ്പാതയം. അതുകൊണ്ട് വിശുദ്ധ കുർബാന നമുക്ക് 2 അനുഭവങ്ങൾ തരുന്നു. വിശുദ്ധ കുർബാന നമുക്ക് 2 അനുഭവങ്ങൾ തരും. 1 പെസഹ അനുഭവം, 2 ഇമ്മാനുവൽ അനുഭവം. കുർബാന തരുന്ന മനുഷ്യനുള്ള 2 അനുഭവങ്ങൾ. 1 ഇമ്മാനുവൽ അനുഭവം. എന്താ ഇമ്മാനുവൽ അനുഭവം? ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ. കയ്യിലെടുത്ത് പിടിക്കാൻ, വായിൽ വെച്ച് ഞൊണയാൻ, മണക്കാൻ, തൊടാൻ ഒരു ദൈവം. ദൈവം നമ്മോടുകൂടെ. വിശുദ്ധ കുർബാന ഇമ്മാനുവൽ അനുഭവം തരുന്നു. സഭയിലെ ഏറ്റവും വലിയ വയറുള്ള പുണ്യവാളൻ ആരെന്ന് ചോദിച്ചാൽ വിശുദ്ധ തോമസ് അക്വിനാസ് ആയിരുന്നു. ഇത്രയും സഭയുടെ 2000 വർഷത്തെ പഴക്കത്തിൽ ഏറ്റവും വലിയ വയറുള്ള പുണ്യവാളൻ തോമസ് അക്വിനാസ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ വയറും മുഴുവോടിലും ഏറ്റവും വലിയ പേടി ഇടിമുഴക്കവും ഇടിമിന്നലുമായിരുന്നു. വലിയ വയറുള്ളതുകൊണ്ട് ആശ്രമത്തിലെ ഊട്ടുമേശയിൽ നിന്ന് ചോറും കറിയും പഴവും എടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആശ്രമ സുപ്പീരിയർ ഊട്ടുമേശയിൽ പോലെ ഒരു വൃത്തം വെട്ടിവെച്ചു. പുണ്യാളിന് വയറ് അകത്തേക്ക് തള്ളി കയറ്റിയിട്ട് ഈ സാധനങ്ങൾ എടുക്കാനായിട്ട്. ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ പേടി ഇടിമുഴക്കവും ഇടിമിന്നലുമായിരുന്നു. ഇടിമുഴക്കവും ഇടിമിന്നലും വരുമ്പോൾ തോമസ് അക്വിനാസ് അദ്ദേഹത്തിൻ്റെ മൊണാസ്ട്രിയുടെ കപ്പലിലേക്ക് കയറിയിട്ട് സക്രാരി തുറക്കും. വലിയ സക്രാരി അകത്ത് തല കയറ്റി വെച്ച ഒറ്റ നിപ്പാണ്. ഇടിമുഴക്കും മിന്നൽ നിരുമ്പം തലയെ ഊരിക്കൊണ്ട് വരും. തൊടാനൊരു ദൈവം, മുട്ടാനൊരു ദൈവം, പേടി വരുമ്പം കെട്ടിപ്പിടിക്കാൻ ദൈവം. അവൻ ഇമ്മാനുവൽ. നമുക്കും അങ്ങനെയല്ലേ? ഏത് പ്രയാസം വന്നാലും ഓടിച്ചെല്ലാൻ കോൺവെന്റിൽ ഒരു ചാപ്പൽ, ഇടവകയിൽ ഒരു പള്ളി, അവിടെ അണയാത്തൊരു വിളക്ക്, നിത്യമായ സാന്നിധ്യം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുർബാന നമുക്ക് തരുന്നു ഇമ്മാനുവൽ അനുഭവം. 2 പെസഹ അനുഭവം. ഓരോ കുർബാനയുടെ അവസാനം നമ്മൾ ചെല്ലുന്ന വാക്കുണ്ട്, വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി, കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. എപ്പോഴും നമ്മൾ യാത്ര പറഞ്ഞ് വിരിയുകയാണ്, കടന്നു പോകലാണ്. ഈ ഭൂമിയിൽ നമ്മൾ ആരും സ്ഥിരതാമസക്കാരെല്ലാം ഇട്ടിട്ട് പോകണം, വിട്ടിട്ട് പോകണം.
ഇതും ഒരു ആന്തരിക സൗഖ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഈ തിരിച്ചറിവ് കിട്ടുക. ഓരോ കുർബാനയും കഴിയുമ്പം കർത്താവിന് തിരിച്ചറിവ്, മോനെ മോളെ ഇട്ടിട്ട് പോകണം. സ്ഥിരതാമസക്കാരനല്ല, സ്ഥിരതാമസക്കാരിയല്ല. ഉൽപ്പത്തി 2:15 ആദം ഹൗവ നീ ഏദൻ തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരനും കാവൽക്കാരനുമാണ്. ഒരു വികാരിയച്ഛൻ സ്ഥിരമായി പള്ളിയിലില്ല. 5 വർഷമേലും കഴിയുമ്പം അച്ഛൻ ഇട്ടിട്ട് പോകണം. ഒരു സിസ്റ്റർ 3-6 വർഷം കഴിയുമ്പം അത് ഇട്ടിട്ട് പോകണം. ഞാൻ ഇന്ന് അലങ്കരിക്കുന്ന എൻ്റെ പൊസിഷൻ 3 വർഷം കഴിയുമ്പോൾ തോളലെ തോർത്തുപോലെ അത് താഴോട്ട് പോകും. എല്ലാം അങ്ങനെയുള്ളൂ. ഇട്ടിട്ട് പോകണം. നമ്മുടെ ഓർമ്മ നമ്മൾ സ്ഥിരതാമസക്കാരാന്ന. കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ ഓർക്കുക, വളരെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് ലക്ഷങ്ങൾ അങ്ങേയറ്റമുള്ള നല്ലൊരു വീട് പണിതിട്ടു തൊടുപുഴയിൽ. 2016 ഒക്ടോബർ 3 അത് വെഞ്ചരിച്ചു. പക്ഷെ ഓർത്തോണം, 2116 ഒക്ടോബർ മാസം 10 ആകുമ്പം നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ നിങ്ങൾ ഇന്ന് പണിത പെരയ്ക്കകത്ത് താമസിക്കും. നമ്മളൊന്ന് സിമിത്തേരിയിൽ ഫ്യൂസായ ട്യൂബ്ലൈറ്റ് പോലെ കിടക്കുമ്പം അവരാ വീട്ടിൽ നിൽക്കും. ഇപ്പം നമ്മുടെ മക്കളാ ഒരിക്കലും കാണാത്ത ഏതോ ഒരു പെണ്ണ് ഇതിൻ്റെ അവകാശിയായിട്ട് മാറുന്നു. വല്ല കണക്ഷനും ഉണ്ടോ? അപ്പം നമ്മൾ സിമിത്തേരി കിടക്കുക. നമുക്ക് രാത്രി തോന്നുന്നു ഒന്ന് എന്ന് പറഞ്ഞു കളയാം. മോനെ 2016 ഈ അപ്പനും അമ്മയും പണിത വീടാകട്ടോ ഇത്. രാത്രി 12 മണിക്ക് കോളിംഗ് ബെല്ലടിക്കുന്നു. അന്നത്തെ മക്കൾ എഴുന്നേൽക്കുമ്പം 2 പ്രേതങ്ങൾ വരാന്തേ നിൽക്കുന്നു. അന്നത്തെ ഞങ്ങളുടെ അച്ഛന്മാരെ വിളിച്ചിട്ട് പറയും, ഒന്ന് ഓടി വരാവോ, ഈ പിശാചികളെ ഒന്ന് ഓടിച്ചു തരാവോ. എത്ര കഷ്ടപ്പെട്ട് പണിയുന്ന വീട്ടിലും നാളെ നിങ്ങൾ ഭൂതങ്ങൾ, പ്രേതങ്ങൾ, ഇന്നലെയുടെ പിശാചുകൾ. സ്ഥിരതാമസക്കാരായി നമ്മളാരും ഒരിടത്തുമില്ല. ഇട്ടിട്ട് പോകണം. ചില മനുഷ്യരും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന വീട് കണ്ടാൽ തോന്നും ലോകാവസാനം കഴിഞ്ഞ് 5 മിനിറ്റ് കൂടെ ഈ പെരയ്ക്കകത്ത് ഇവരൊക്കെ താമസിക്കാൻ നല്ല സാധ്യത. എത്ര മുഴുത്ത വീടും മറ്റുമാ ചില ആൾക്കാർ പണിയുന്നത്. എത്ര വലിയ വീട്. കുറേ നാൾ മുമ്പ് തൊടുപുഴ ബസ് സ്റ്റാൻഡ് അറ്റത്ത് എൻ്റെ അമേരിക്കൻ സുഹൃത്ത് ഒരു വലിയ പെര പണിതു. വെഞ്ചിരിക്കാൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. വെഞ്ചിരിച്ച് എൻ്റെ വലത് കൈയുടെ ഒരം പറഞ്ഞു പോയി. പുകപ്പര, മറപ്പര, കുളിപ്പര, ഷീറ്റ് വര. ഞാൻ വെഞ്ചിരിക്കാൻ കയറിയത് തൊടുപുഴ ബസ് സ്റ്റാൻഡിലാണ്. ഇറങ്ങിയപ്പം വേങ്ങല്ലൂരായി. ഇത്രയും മുഴുത്ത കെട്ടിടങ്ങളുണ്ട്. ഇപ്പം ജീവിതത്തിൽ നമ്മൾ സൂക്ഷിപ്പുകാരും കാവലുകാരും ഒന്നിൻ്റെ ഉടമസ്ഥരല്ല. ഇട്ടിട്ട് പോകണം. കുർബാന പറയുന്നു പാസ് ഓവർ. വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ കടന്നു പോകുന്ന തീർത്ഥാടകരാണ്. ഇപ്പോൾ 2 അനുഭവങ്ങൾ നമുക്ക് തരുന്നു. 1 ഇമ്മാനു അനുഭവം, 2 പെസഹ അനുഭവം. ഇനി നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ കുഴപ്പം ആവർത്തനമാണ്. ആവർത്തന വിരസതയിൽ നമ്മൾ അറിയാതെ യാന്ത്രികതയുടെ അടിമയായിട്ട് തീരുന്നു. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു യാന്ത്രികത വരുന്നു. എന്നും ചൊല്ലി കാണാപ്പാടം പഠിച്ചു അതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റഷ്യൻ മനഃശാസ്ത്രജ്ഞനായ പാവ്ലോവിന് ഒരു പട്ടിയുണ്ട്, ഒരു പൂച്ചയുണ്ട്. പാവ്ലോവിൻ്റെ പട്ടിയെ ഒരു തൂണയിൽ പൂട്ടിയിട്ടിട്ട് 50 ഗ്രാം ഇറച്ചി കഷ്ണത്തിൽ പ്ലാസ്റ്റിക് ചരട് കോർത്ത് പട്ടിയുടെ ചുണ്ടൽ ഇങ്ങനെ മുട്ടിച്ചു. പട്ടി 2 കാലെ കുത്തിപ്പൊങ്ങി ഉമിനീരൊലുക്കി. ആ സമയം മുഴുവൻ പാവ്ലോവ് ഇടത് കൈ ഒരു മണി അടിച്ചുകൊണ്ടിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞു. പാവ്ലോവ് ഇറച്ചി കൊടുത്തു, പട്ടി ഇറച്ചി തിന്നു. 3 മാസം ഇങ്ങനെ പരിശീലിപ്പിച്ചു. 3 മാസം കഴിഞ്ഞ് പാവ്ലോവ് വെറുതെ എവിടെയിരുന്ന് മണി ഇടുക്കി. മണി കേട്ടപ്പം പട്ടി 2 കാലെ കുത്തിപ്പോകുന്നു, താഴത്തേക്ക് വീഴുന്നു, വായിൽ നിന്ന് ഉമിനീരും വരുന്നു. ഇത് പാവ്ലോവിൻ്റെ പട്ടി. അദ്ദേഹത്തിൻ്റെ പൂച്ചയുണ്ട്. പൂച്ചയെ മേശക്കാലെ കെട്ടിയിട്ടു. പൂച്ചയുടെ 2 കൈകളും ഒരു പാട്ടത്തകടിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ദോരേ മീ ഫാ സോലാ സീതോ സരിഗമപദനിയുടെ വെസ്റ്റേൺ മ്യൂസിക് അദ്ദേഹം വായിച്ചു കൊടുക്കും തോറും ഈ പാട്ടത്തകടിൻ്റെ അറ്റത്ത് ഒരു വിളക്ക് കത്തിച്ച് വെച്ചു. പാട്ടത്തകട് പഴുക്കാൻ തുടങ്ങി. പഴുത്ത് കൊള്ളുമ്പോൾ പൂച്ചയുടെ കൈ പൊക്കുക, താക്കുക, പൊക്കുക. 3 മാസം കഴിഞ്ഞു. പൂച്ചയെ അടിച്ചു വിട്ടു. പാവ്ലോ എപ്പോഴൊക്കെ വയലിൻ വായിക്കുവോ പൂച്ച കൈ പൊക്കുക, താക്കുക, പൊക്കുക. ഇതാണ് പാവ്ലോവിൻ്റെ പട്ടി, പാവ്ലോവിൻ്റെ പൂച്ച. ഇതുപോലെയാണ് കർത്താവിൻ്റെ മക്കളും. പള്ളി വന്ന് ഏതാണ്ടൊക്കെ ഓർത്തോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മണി അമ്മേൻ നമ്മൾ ഉടനെ കുനിഞ്ഞു. എന്തോ ഓർക്കും ആരും ഒരു കുത്ത് സമാധാനം കൊണ്ട് നിൽക്കുന്നു. ഞെട്ടി അത് മേടിച്ചു. അതുകൊണ്ടാണ് എന്നും പള്ളിയിൽ പോകുന്ന ആൾക്കാരെ TV-യുടെ മുമ്പിലൂടെ പോകുമ്പോഴും തിരിച്ചറിയാൻ പറ്റും. TV-യുടെ മുമ്പിലൂടെ കടന്നു പോയോ ഒന്ന് കുമ്പിട്ടിട്ടേ കടന്നു പോകത്തുള്ളൂ. ഇതാണ് യാന്ത്രികത. ഞാൻ ഒരു കുർബാന കൊടുക്കാൻ വേണ്ടി പള്ളിയിൽ കുരിശുവരത്തിരുന്നാണ് സോസറിൽ കരിയും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഒരമ്മച്ചി വരികയും എൻ്റെ മുമ്പിൽ വന്നു വാ പൊളിച്ചു, നാക്ക് നീട്ടുന്നെടുത്ത്.
അച്ഛന് മുമ്പ് ചെല്ലുക, നാക്ക് നീട്ടുക. ഇതൊരു യാന്ത്രികതയാണ്. കുർബാന പലപ്പോഴും അനുഭവം ആകാത്തതിൻ്റെ കാരണം ഒരു യാന്ത്രികത ജീവിതത്തിൽ കടന്നു വരുന്നതുകൊണ്ടാണ്. സൗഖ്യദായകനായ കർത്താവിനെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണോ? അർത്ഥപൂർണമായി ബലിയിൽ പങ്കെടുക്കണം. പ്രാർത്ഥനാപൂർവ്വം അൾത്താരോട് ചേർന്ന് നിൽക്കണം. അവൻ്റെ അൾത്താരിയിൽ അവൻ്റെ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ ദൈവം ഒരു സന്ദേശം കൂടെ തരും. മനസ്സിനൊരു സൗഖ്യം എന്ന് പറയും, മകനെ മകളെ ഞെളിയരുത്, കൊച്ചാകണം. കുർബാന തന്നെ ഏറ്റവും വലിയ സൗഖ്യം ഇതാണ്. ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു സൗഖ്യം. ചെറുതാകണം, വലുതാകരുത്, ചെറുതാകണം. ഇന്ന് ലോകം മുഴുവൻ വലുതാകാൻ ശ്രമിക്കുന്ന കാലമാണ്. ഒതുങ്ങിക്കൊടുക്കാൻ ആർക്കും മനസ്സില്ലല്ലോ, ചെറുതാകാൻ മനസ്സില്ലല്ലോ. എല്ലാവർക്കും വലുതാകണം. ഞാൻ കാഞ്ഞങ്ങാട് ഒരു ബൈബിൾ കൺവെൻഷൻ കഴിഞ്ഞ് കോട്ടയത്തേക്ക് പോരുക. ഞാൻ ട്രെയിനിൽ കയറിയിരുന്നപ്പം എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു മനുഷ്യനിരിപ്പുണ്ട്. അവൻ 2 കാലും തമ്മിൽ അരഫർലോങ് അകത്തി വെച്ചിരിക്കുകയാണ്. ആരെയും അടുത്തിരുത്താൻ ഇഷ്ടമില്ല. കുറച്ച് കഴിഞ്ഞ് കണ്ണൂർ വന്നപ്പം ഒരു പ്രായമായ ചേട്ടൻ ചെറിയ ചാക്കുകെട്ടുമായി ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറി വന്നു. അയാൾക്ക് ഇരിക്കണമെന്നുണ്ട്. പക്ഷെ ഇയാളെ കണ്ടപാടെ ഇവൻ കാലിൻ്റെ അകൽച്ച അല്പം കൂടെ വർദ്ധിപ്പിച്ച് വെച്ചു. ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, കാലൊന്ന് അടുപ്പിച്ച് വെക്കാമെങ്കിൽ നമുക്ക് ഈ ചേട്ടനെ കൂടി ഇരുത്താമല്ലോ. ഇയാൾ മുഖത്തടിച്ചതുപോലെ എല്ലാവരും ഇരുത്താവുന്നൊന്നും ആർക്കും ഞാൻ വാക്ക് കൊടുത്തിട്ടില്ല. എനിക്കൊരു ചമ്മൽ. പിന്നെ മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല പണി പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. ഞാൻ പുസ്തകം വായിച്ച് ഇങ്ങനെ ഇരുന്നു. തലശ്ശേരി വന്നപ്പം ഇയാൾക്കൊരു പ്രയാസം. എന്നോട് പറഞ്ഞത് അല്പം കൂടിപ്പോയോ? ഇവൻ പറഞ്ഞു, അച്ഛാ 3 മാസം മുമ്പ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തിന് ട്രെയിനിൽ കയറുമ്പം 2 പേരെയും ഞാനും കൂടി ഇരുന്നോട്ടെന്ന് ചോദിച്ചപ്പം അവർ പറയുക, ടിക്കറ്റ് എടുത്തേച്ചാ ഞങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന്. അങ്ങനെ പറഞ്ഞു. ശരിയാണോ വെച്ചാ? എന്നോട് പറയാൻ കാരണം 3 മാസം മുമ്പ് ആരോ പറഞ്ഞതുകൊണ്ടാണെന്ന് സ്ഥാപിച്ചു കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞു, അവരോട് അതിനേക്കാൾ കൂടുതൽ അതിന് 1 മാസം മുമ്പ് വേറെ ആരെങ്കിലും പറഞ്ഞു കാണും. ഈ പറച്ചിലിൻ്റെ കണി ഇവിടെ പൊട്ടിക്കാമല്ലോ. ഇടതുകാല് വലതുകാലിൽ നിന്ന് മുട്ടിച്ച് വെച്ചാൽ പോരെ. ഇയാൾ കാല് മുട്ടിച്ച് വെച്ചു. ചേട്ടൻ ഇരുന്നു. കോട്ടയം വരെ യാത്ര സന്തോഷകരമായി തുടർന്നു. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ആർക്കും ഒതുങ്ങാൻ മനസ്സില്ല. ഒതുങ്ങാൻ മനസ്സില്ലാത്തടത്ത് തമ്പുരാൻ ഒതുങ്ങാൻ പഠിപ്പിക്കുന്ന ഉദാശയാണ് വിശുദ്ധ കുർബാന. അച്ഛനായ ഞാനിവിടെ നിൽക്കുന്നു. എൻ്റെ 10 സ്ഥലം പോലും വേണ്ട തമ്പുരാന് സഖറാരിൽ ഇരിക്കാനായിട്ട്. എത്രമാത്രം ഒതുങ്ങുന്നവനാ ക്രിസ്തു. സമൂഹത്തിൽ എൻ്റെ അധികാരിയുടെ മുമ്പിൽ അംഗങ്ങൾ ഒതുങ്ങാൻ പഠിക്കണം. അംഗങ്ങളുടെ മുമ്പിൽ ഒരു അധികാരി ഒതുങ്ങാൻ പഠിക്കണം. ഭർത്താവിന് മുമ്പിൽ ഭാര്യ ഒതുങ്ങാൻ പഠിക്കണം. ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് ഒതുങ്ങാൻ പഠിക്കണം. മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾ ഒതുങ്ങാൻ പഠിക്കണം. ഒതുക്കുന്ന ലോകത്ത് ഒതുങ്ങാനുള്ള വിളിയുമായി വിശുദ്ധ കുർബാന നമ്മളെ ക്ഷണിക്കുന്നു. എത്ര വലുതാകാൻ എത്ര ചെറുതാകണം. അങ്ങനെയുള്ള ചെറുപ്പത്തിലേക്കുള്ള ഒരു വിളിയും കൂടി വിശുദ്ധ കുർബാന നമുക്കായിട്ട് തരുന്നുണ്ട്. ഇന്ന് ലോകം മുഴുവൻ ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയവനെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലല്ലേ ചില രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനം നടക്കുമ്പം നേതാക്കന്മാരുടെ ഭാരം സഹിക്കാൻ മേലാതെ സ്റ്റേജ് തന്നെ തകർന്ന് താഴെ വീഴുന്നു. എല്ലാവരും മുഴുത്തവരും വലിയവരുമാണ്. ഒരു അപ്പൻ മരിച്ചു. അപ്പൻ മരിച്ചപ്പോൾ പത്രത്തിൽ നിശ്ചിത മുഴുപ്പിൽ കോളം മക്കൾ എടുത്തു. ഈ മക്കൾ 3 പേര് അമേരിക്കയിൽ, 2 പേര് UK, മരുമക്കളും അങ്ങനെ വിദേശത്ത്. ഇപ്പം മരിച്ചുപോയ അപ്പൻ്റെ മക്കളും മരുമക്കളും ആരൊക്കെയാണെന്ന് വാർത്ത ഇട്ടിട്ട് വന്നപ്പം അപ്പൻ്റെ ഫോട്ടോ ഇടാൻ മാത്രം ഇടയില്ല. ഈ മക്കളുടെയും മരുമക്കളുടെയും പേര് അവസാനം എഴുതി വെച്ചു, ഇത്രയും പേരുടെ അപ്പൻ ഇന്നലെ നിര്യാതനായി, നാളെ രാവിലെ 9:00 ശവസംസ്കാര കർമ്മങ്ങൾ. ഇന്ന് എല്ലാവർക്കും ഒതുക്കാനേ ഇഷ്ടം, ഒതുങ്ങാൻ ഇഷ്ടമില്ല. അവിടെയാണ് കുർബാന പറയുന്നു, സൗഖ്യം ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും വേണം ഒരു സൗഖ്യം. കാരണം മനുഷ്യൻ്റെ 3 മേഖലയിലാണ് മനുഷ്യൻ്റെ ജീവിതം. ശരീരം, ബുദ്ധി, ആത്മാവ്. ശരീരം ലോകത്തോട്, ബുദ്ധി അറിവിനോട്, ആത്മാവ് ദൈവത്തോട്. ഇങ്ങനെയാണല്ലോ മനുഷ്യൻ്റെ വളർച്ച. ശരീരം ഈ ലോകത്തോടും ബുദ്ധി അറിവിനോടും ആത്മാവ് ദൈവത്തോടും ബന്ധപ്പെട്ടാണ് ഇരിക്കുക. ഈ 3 മേഖലകളിലും സൗഖ്യം തരുന്നവൻ കർത്താവ് മാത്രം. ഞാൻ സൗഖ്യം തരുന്ന കർത്താവാണ്. അവിടെ നിന്നുള്ള വാക്കും ഇത് തന്നെയാണ്. എത്ര വലിയ വിങ്ങലും വേദനയും മുറിവും ഉണ്ടാകുമ്പോഴും സൗഖ്യം തരുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ശാരീരിക സൗഖ്യം മാത്രമല്ല, മനസ്സിൻ്റെ പ്രത്യേകത. തൃശ്ശൂരിൽ 2 സമ്പന്ന കുടുംബങ്ങൾ. ഒരാൾ അരിക്കച്ചവടക്കാരൻ, മറ്റേയാൾ സ്വർണ്ണ കച്ചവടക്കാരൻ. അരിക്കച്ചവടക്കാരൻ അത്യാവശ്യമായി 5 ലക്ഷം രൂപ മറിക്കാൻ വേണം. സ്വർണ്ണക്കടക്കാരനോട് ചോദിച്ചു. അവൻ ഒരു രേഖയില്ലാതെ 5 ലക്ഷം കൊടുത്തു. 3 ആഴ്ച കഴിഞ്ഞ് ഒരു വണ്ടി അപകടത്തിൽ അരിക്കച്ചവടക്കാരൻ മരിച്ചുപോയി.
കുറേ നാൾ കഴിഞ്ഞു സ്വർണ്ണക്കടയും തകരാൻ തുടങ്ങി. 2 കുടുംബങ്ങളും അങ്ങ് തകർന്നു. അവസാനം ഈ സ്വർണ്ണക്കടക്കാരന് ഒന്നുമില്ലാതെ അവസ്ഥ. 3 മക്കളുണ്ട്, പെൺമക്കളുണ്ട്. 25, 23, 21 വയസ്സിൽ 2 വർഷം ഇടവിട്ടുള്ള 3 പെൺമക്കൾ. കെട്ടിച്ചു വിടാൻ പറ്റുന്നില്ല. അവസാനം മക്കൾക്ക് പൊട്ടാസ്യം സയനൈഡ് ചോറി കളത്തി കൊടുത്ത് മക്കളെയും കൊല്ലുക, ഇയാളും മരിക്കുക. ഈ തീരുമാനമെടുത്തു. അപ്പനും അമ്മയും വിഷം കഴിച്ച് മരിക്കാൻ തീരുമാനിച്ചു. കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക. 3 മാസം ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. 3 മാസം കഴിഞ്ഞൊരു ഞായറാഴ്ച രാത്രിയിൽ ഇത് ചെയ്യണം. രാവിലെ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ ഈ ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ച് കുർബാനയ്ക്ക് പോയി. അവസാനത്തെ കുർബാന ഇനി വരികയില്ലെന്ന് ഉറപ്പ്. സജീവമായിട്ട് ആൾക്കാരോട് ചേർന്ന് നിന്ന് കുർബാനയിൽ പങ്കെടുത്തു. ഏതെങ്കിലും ഒരു ആശ്വസിപ്പിക്കുന്ന സന്ദേശമുണ്ടോ? സുവിശേഷം, ലേഖനം, പ്രസംഗം, ഒരിടത്തും ഒരു ആശ്വാസത്തിൻ്റെയും ദൂതും കിട്ടുന്നില്ല. അവസാനം കുർബാനയുടെ പാതിക്കാലമായപ്പോൾ അച്ഛൻ തെളിച്ചു ചൊല്ലി, കർത്താവായ ദൈവമേ, നിന്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കർത്താവായ യേശുവേ, നിന്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ദേഹത്ത് കരണ്ടടിച്ചതുപോലെ ഒരു തരിപ്പ്. കുർബാന കഴിഞ്ഞു. പള്ളിയുടെ ഫോർട്ടിക്കോയിൽ വന്ന് 2 പേരും ഒരുമിച്ച് പറഞ്ഞു, പീഡാനുഭവം ആരംഭിച്ചതേ ഉള്ളൂ. കുരിശുമരണവും പുനരുത്ഥാനവും കാത്തിരിക്കുന്നു. പിന്നെ പോയത് വിഷം മേടിക്കാനല്ല, അടുത്തൊരു ഗവൺമെൻറ്റിൽ ചെന്ന് 5 പേർക്ക് ധ്യാനം കൊണ്ടുള്ള പൈസ അവിടെ നിന്ന് മേടിച്ച് കൊളുത്തുവയിൽ ധ്യാനമന്ദിരത്തിൽ പോകുന്നു. അവിടെ ചെന്ന് ധ്യാനം കൂടുന്നു, തിരിച്ച് ശക്തിയോടെ വരുന്നു. പിന്നീട് തട്ടുകടയായി, ചെറിയ ഹോട്ടലായി, പലരുടെ സഹായത്തിൽ മാന്യമായി 3 മക്കളെ കെട്ടിച്ചു വിട്ടു. ഇന്ന് കേരളത്തിലെ വിവിധ ധ്യാനമന്ദിരങ്ങളിലും ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും ജീവിതത്തെ സാക്ഷ്യമാക്കിയും നല്ല ഭക്തിമാസങ്ങൾ വിതരണം ചെയ്തുമൊക്കെ ആഘോഷിക്കുന്ന ഒരു ഐശ്വര്യ നയിക്കുന്നു. ഒരു കുർബാനയുടെ ഒരു വാക്ക് നൽകുന്ന മനസ്സിൻ്റെ സൗഖ്യം. കർത്താവായ ദൈവമേ, അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ കടബാധ്യത വരുമ്പോൾ, ഭർത്താവ് ശരിയായ വഴിയിൽ പോകാതിരിക്കുമ്പോൾ, ഭാര്യ ധിക്കരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ തെറ്റിദ്ധരിക്കുമ്പോൾ, ഉറ്റവരും ഉടയവരും വെടിയുമ്പോൾ, ഒരുപാട് നീറുമ്പോൾ ഓർക്കുക, അവൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ജീവിതത്തിൽ ഞങ്ങൾ പൂർത്തീകരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് എന്തിനെ നേരിടുന്ന ഒരു മനക്കെട്ടിക്കും ആന്തരിക സൗഖ്യത്തിനും അത് കാരണമാകും. ആ സൗഖ്യം ശാരീരിക സൗഖ്യങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തും. ബെസേദ കുളത്തിൻ്റെ ധീരത്വം, അന്ധനായ മനുഷ്യനും സൗഖ്യം കൊടുത്തവൻ. മരിച്ച ലാസറിനെ 3-ാം നാൾ 4 നാൾ കഴിയുമ്പോൾ കല്ലറയിൽ നിന്നും അഴുകാത്ത ശരീരത്തോടും പ്രേതശീലകളാൽ ബന്ധിതനായി പുറത്തു കൊണ്ടുവന്നുകൊണ്ട് സൗഖ്യത്തിൻ്റെ പൂർണ്ണ രൂപം നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നു. ആ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. അവസാനമായി വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ചിന്ത അപ്പമാണ്. അപ്പവും വീഞ്ഞുമുണ്ട്, പക്ഷെ അപ്പത്തിൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക. കുർബാന എന്ന് പറയുമ്പോൾ ഒരപ്പം നൽകുന്ന 4 ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ 1.25 മണിക്കൂർ നമുക്ക് അവസാനിപ്പിക്കാം. 1, അപ്പത്തിൻ്റെ ശൈലി. 2, അപ്പത്തിൻ്റെ ഭാഷ. 3, അപ്പത്തിൻ്റെ അർത്ഥം. 4, അപ്പത്തിൻ്റെ ലക്ഷ്യം. ഈ 4 ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാം. അപ്പത്തിൻ്റെ ശൈലി, അപ്പത്തിൻ്റെ ഭാഷ, അപ്പത്തിൻ്റെ അർത്ഥം, അപ്പത്തിൻ്റെ ലക്ഷ്യം. എന്താണ് അപ്പത്തിൻ്റെ ശൈലി? തിരുവോസ്തി നമ്മളോട് പറയുന്നു, മകനെ മകളെ നിരന്തരം പൊടിക്കപ്പെടണം. അപ്പത്തിൻ്റെ ശൈലി പൊടിക്കപ്പെടുക എന്നുള്ളതാണ്. ഗോതമ്പ് മണികൾ നിരന്തരം പൊടിക്കപ്പെട്ടാലേ ഒരു തിരുവോസ്തി ഉണ്ടാവും. ഒരു തൂവെള്ള ഓസ്തി ഉണ്ടാകണോ, ഗോതമ്പ് മണി നിരന്തരം പൊടിക്കപ്പെടണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പറയുന്നു, മകനെ മകളെ നീ പൊടിക്കപ്പെടണം. ഗോതമ്പ് മണികൾക്ക് യേശുവിൻ്റെ അൾത്താരയിൽ ഒരു തൂവള്ളി ഓസ്തിയാകാൻ ആഗ്രഹമുണ്ടോ? ചെടിയിൽ നിന്ന് പറിച്ചവരെയും വെയിലത്തിട്ട് പൊള്ളിച്ചവരെയും മില്ലിലിട്ട് പൊടിച്ചവരെയും തീയിലിട്ട് ചുട്ടവരെയും ഗോതമ്പ് മണികൾ സ്നേഹിക്കും. കാരണം ഗോതമ്പ് മണിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവൻ്റെ അൾത്താരയിൽ തൂവെള്ള ഓസ്തിയായി മാറുക. ഗോതമ്പ് മണികൾക്ക് ഓസ്തിയാകാൻ ആഗ്രഹമില്ലേ? ചെടിയിൽ നിന്ന് പറിച്ചവരെ, വെയിലത്തിട്ട് പൊള്ളിച്ചവരെ, മില്ലിലിട്ട് പൊടിച്ചവരെ, തീയിലിട്ട് ചുട്ടവരെ അത് ശപിക്കും. കാരണം ഗോതമ്പ് മണികൾക്ക് ഓസ്തിയാകാൻ ആഗ്രഹമില്ല. അവൻ്റെ അൾത്താരയിൽ തൂവെള്ള ഓസ്തിയാകണോ, അവൻ നമ്മളെ പൊടിക്കുമ്പോൾ സഹിക്കുക. ഈശോയെക്കുറിച്ച് പറയാറുണ്ട്, ഉണ്ണിയേശുവിൻ്റെ തൊലിയുടെ നിറം ഗോതമ്പിൻ്റെ നിറമായിരുന്നു. കാരണം പിന്നീട് ആ ഗോതമ്പ് മണി പൊടിഞ്ഞ് ഒരു ഓസ്തിയായിട്ട് മാറണം.
അവൻ്റെ കണ്ണിലെ കൃഷ്ണമണിയുടെ നിറം മുന്തിരിയുടെ നിറമായിരുന്നു. പിന്നീട് ആ മുന്തിരി വിഴിഞ്ഞ് അവൻ്റെ കാസയിൽ തിരുരക്തമായി വീഞ്ഞായി മാറണം. പൊടിക്കപ്പെടാനുള്ള വിളിയാണ്. പൊടിക്കപ്പെടുക എന്നതാണ് അപ്പത്തിൻ്റെ ശൈലി. നമ്മളും പൊടിക്കപ്പെടുമ്പോൾ, നുറുക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ തളരാതിരിക്കുക. അത് ആന്തരികമായ സൗഖ്യത്തെ സൂചിപ്പിക്കുന്നു. 2, അപ്പത്തിൻ്റെ ഭാഷ. അപ്പത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ തിന്നു തീർക്കപ്പെടുക. ബേക്കറി പലഹാരം, ചായക്കട പലഹാരം, പഴക്കുലകൾ എല്ലാം നമ്മളെ ക്ഷണിക്കുകയാണ്. ഇതാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, എടുത്തു ഭക്ഷിക്കുക. അപ്പത്തിൻ്റെ ഭാഷ തിന്നു തീർക്കപ്പെടുക, എടുത്തു ഭക്ഷിക്കുക. കുർബാന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഒരിക്കലും സ്വാർത്ഥതയുള്ള ഒരു സിസ്റ്ററാകരുത്, സ്വാർത്ഥതയുള്ള ഒരച്ഛനാകരുത്, സ്വാർത്ഥതയുള്ള ഒരപ്പനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ മകനോ മകളോ ആകരുത്. മറ്റുള്ളവരാൽ തിന്നു തീർക്കപ്പെടണം. നൽകപ്പെട്ട ജീവിതമാണിത്. നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ലോകത്തിന് വേണ്ടി നൽകപ്പെട്ടതാണ്. അപ്പത്തിൻ്റെ ഭാഷ എടുത്തു ഭക്ഷിക്കുക എന്നുള്ളതാണ്. പ്രകൃതി മുഴുവൻ പഠിപ്പിക്കുന്ന പാഠം മറ്റുള്ളവർക്ക് വേണ്ടി എന്നല്ലേ. കോഴി അതിൻ്റെ മുട്ട സ്വയം കുടിക്കുകയല്ല, ഇട്ടിട്ട് പോവുക. നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇട്ട എൻ്റെ മുട്ട ഒന്നേ ബുൾസേ അടിക്കൂ, അല്ലെ തട്ടുകടയെ കൊടുക്കൂ, ഓംലെറ്റ് ആകൂ, കുഞ്ഞുങ്ങളെ വിരിയിക്കൂ. കോഴി മുട്ട ഇട്ടിട്ട് പോവുകയാണ്. ഏതെങ്കിലും കോഴി അതിൻ്റെ മുട്ട സ്വയം കൊത്തി കുടിച്ചാൽ ആ കോഴിയെ പിടിച്ച് അമ്മ ചട്ടിക്കകത്താക്കും. കോഴിയുടെ മുട്ട മറ്റുള്ളവർക്ക് വേണ്ടി. പശുവിൻ്റെ പാല് മറ്റുള്ളവർക്ക് വേണ്ടി. ഏതെങ്കിലും പശു 7 ലിറ്റർ പാല് ചെമ്പുകലം പോലത്തെ അകിട് കാലിനെ കൂടെ തലയിട്ട് പാല് വലിച്ചു കുടിക്കുമോ? അങ്ങനെ കുടിച്ചാൽ പശുവിൻ്റെ മോന്തയ്ക്ക് കൊട്ട കെട്ടിയിടും. പശുവിൻ്റെ പാല് മറ്റുള്ളവർക്ക് വേണ്ടി. തെങ്ങിൻ്റെ തേങ്ങ മറ്റുള്ളവർക്ക് വേണ്ടി. 150 തേങ്ങ തെങ്ങി നിൽക്കുക. ഏതെങ്കിലും തെങ്ങ് പറയുമോ? സൂപ്പർ ഡെക്കറേഷൻ, തേങ്ങാക്കൊല കാലാകാലം തോളെ തന്നെ നിൽക്കട്ടെ, താഴത്തേക്ക് പോകുന്ന ചരിത്രം ഉദിക്കുന്നില്ല. 5-8 മാസമാകുമ്പം ചപ്പിട്ട് ചവറിട്ട് വെള്ളം തന്ന് രക്ഷിച്ചതല്ലേ, ഇതിൻ്റെ ശരീരമാ, നിങ്ങൾ പൊതിച്ച് ഭക്ഷിക്കും എന്നും പറഞ്ഞ് തെങ്ങ് തേങ്ങ പൊഴിച്ചു തരും. ഒരു ഏത്തവാഴയിൽ 150 കാല ഏത്തക്കൊല. ഏതെങ്കിലും നേന്ത്രക്കൊല പറയുമോ? കുനിയുന്ന ഇഷ്ടമില്ലേ ഇല്ല, വളയുന്ന ചരിത്രം ഉദിക്കുന്നില്ല. സ്കട്ട് മിസൈൽ പോലെ മുകളിലോട്ട് ഷൂട്ടപ്പ് ചെയ്ത് പൊങ്ങുക എന്നും പറഞ്ഞ് ഒരു വാഴക്കൊലയും പൊങ്ങുകയില്ല. 5-8 മാസമാകും പറയും, നിങ്ങൾ വെള്ളം തന്ന് കാത്തതല്ലേ, വളവിട്ട് പോറ്റിയതല്ലേ, ഇതിൻ്റെ ശരീരമാകുന്നു, വെട്ടിഭക്ഷിക്കുവിൻ. വെട്ടുമ്പം പറയും, ഇതിൻ്റെ രക്തമാകുന്നു, ശറ്റ വീഴാതെ സൂക്ഷിക്കുവിൻ. വാഴയുടെ കൊല മറ്റുള്ളവർക്ക് വേണ്ടി, തെങ്ങിൻ്റെ തേങ്ങ മറ്റുള്ളവർക്ക് വേണ്ടി, പശുവിൻ്റെ പാല്, കോഴിയുടെ മുട്ട. പന്നി പോലും ചത്തു കഴിഞ്ഞാൽ ഫോർക്ക് ഫ്രൈ സ്റ്റാൻഡേർഡ് സാധനം. പക്ഷെ സ്വാർത്ഥത നമുക്കേ ഉള്ളൂ. ഒരു പള്ളി പെരുന്നാളിന് പ്രസംഗിക്കാൻ വികാരിയച്ഛൻ പിടിച്ചു. വൈകിട്ട് 6 മണിക്ക് അങ്ങാടി പ്രസംഗം. കുറച്ച് വർത്തമാനം പറയാൻ നേരത്തെ വരണം. ഞാൻ 2 മണിക്ക് ചെന്നു. ഊണൊക്കെ കഴിഞ്ഞ് 1-ാം നിലയിൽ ചാരികസേനയെ കാലം നീട്ടി വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പം 20 ചെറുപ്പക്കാരി ചേർന്ന് മുടുത്ത കമുകന്തടി അടയ്ക്കാമരം ചുവന്നുകൊണ്ട് പോകുന്നു. തോരണം കടി അലങ്കരിക്കാൻ 20 പേര് കൂടി. ഏലയ്യ ഐലസ, ഒത്തുപിടിയട, ആഞ്ഞുപിടിയട, അള്ളിപ്പിടിയട, അമക്കിപ്പിടിയട, ഇവരിങ്ങനെ ചുമന്നുകൊണ്ട് പോവുക. ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോഴുണ്ട് 20 പേര് കൂടി ചുമക്കുമ്പോൾ 5 ബിരുദന്മാരുടെ കാല് നിലത്ത് മുട്ടിയിട്ടേയില്ല. 15 പേര് കുമാരെ കൂടെ ചുമക്കണം. ഇതാണ് ഇന്നത്തെ ലോകം. ഇവിടെയാണ് പറയുക, മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുക. അപ്പത്തിൻ്റെ ഭാഷ മുറിക്കപ്പെടുക, കൊടുത്തു തീർക്കപ്പെടുക. അപ്പോൾ 1 അപ്പത്തിൻ്റെ ശൈലി, 2 അപ്പത്തിൻ്റെ ഭാഷ, 3 അപ്പത്തിൻ്റെ അർത്ഥം. അപ്പത്തിന് അർത്ഥമുണ്ടാകുന്നത് അവരെൻ്റെ ഭാഗമായി തീരുമ്പോഴാണ്. ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിന് അർത്ഥമുണ്ടാകുന്നത് എൻ്റെ ദേഹത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ്. കഴിച്ച ഭക്ഷണം ഛർദ്ദിച്ച് കളഞ്ഞോ? അർത്ഥമില്ല. ഒരച്ഛൻ ഒരു ജനത്തെ നയിച്ചു പോകുമ്പോൾ പള്ളിയിൽ ആൾക്കാർ കൂടുതൽ വരുന്നു. ആ കാലത്ത് ദൈവവിളികൾ കൂടുതൽ വർദ്ധിക്കുന്നു. അച്ഛന് തോന്നും, എൻ്റെ ജീവിതം അപ്പത്തിൻ്റെ അർത്ഥം, എൻ്റെ പ്രസംഗം ജനത്തെ സ്വാധീനിച്ചു, എൻ്റെ ബലിയർപ്പണം ആരാധനാ സമൂഹത്തെ സ്വാധീനിച്ചു, എൻ്റെ ജീവിതം അർത്ഥമുള്ളതായി. സിസ്റ്റർമാർ കാറ്റക്കിസം പഠിക്കുമ്പോൾ, അതിൽ നിന്നും കുഞ്ഞുങ്ങൾ മടത്തി പോകുമ്പോൾ, സെമിനാരിൽ പോകുമ്പോൾ എത്ര വലിയ സന്തോഷമാണ്. എൻ്റെ ജീവിതം അർത്ഥമുള്ളതായി മാറി. അപ്പനമ്മയുടെ പാരമ്പര്യം കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ തുടരുമ്പോൾ അപ്പനും അമ്മയ്ക്കും തോന്നും അർത്ഥമുണ്ട്. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ അവരുടെ ഭാഗമാക്കി മാറ്റുക. ഇതാണ് അപ്പത്തിൻ്റെ അർത്ഥം. ജീവിതം മറ്റുള്ളവരുടെ ഭാഗമാക്കി മാറ്റുന്നു. അവസാനമായി 5 അപ്പത്തിൻ്റെ ലക്ഷ്യം. എന്താണ് അപ്പത്തിൻ്റെ ലക്ഷ്യം? ജീവൻ നൽകുക എന്നതാണ് അപ്പത്തിൻ്റെ ലക്ഷ്യം. എത്ര ക്ഷീണിക്കുമ്പോഴും അല്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നല്ല ജീവൻ, ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഉണർവ്. ഇതുപോലെ നമ്മുടെ ഇടപെടലിൽ മറ്റുള്ളവർക്ക് പ്രതീക്ഷ ഉണ്ടാകണം. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചയാൾ നമ്മുടെ സംസാരം കേട്ട് ഇനി ജീവിച്ചേക്കാം എന്ന് കരുതുമ്പോൾ അപ്പത്തിൻ്റെ ലക്ഷ്യം. ചില വർത്തമാനം കേൾക്കുമ്പം
ധൈര്യമുള്ള ആൾക്കൂടെ തോന്നും പോയി ആത്മഹത്യ ചെയ്താൽ മതി. ആ രീതിയിൽ സംസാരിക്കരുത്. നമ്മുടെ വാക്കുകളിൽ പ്രതീക്ഷ വേണം, സംസാരത്തിൽ പ്രത്യാശ വേണം, ഇടപെടുന്നവരോട് അർത്ഥപൂർണമായി സംസാരിക്കണം. അങ്ങനെ അപ്പത്തിൻ്റെ ലക്ഷ്യവും അപ്പത്തിൻ്റെ ആ ശൈലിയും ഭാഷയും അർത്ഥവും നമ്മുടെ ജീവിതം വഴി ലോകത്തിന് പകർന്നു കൊടുക്കാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ആ ഒരു സാന്നിധ്യം അനേകർക്ക് സൗഖ്യമായി മാറും. തകർന്ന ഹൃദയങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷ, രോഗമുള്ള ശരീരത്തിന് ഒരു വിടുതൽ, അസ്തമിച്ച സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ ചിറക്, അണഞ്ഞുപോയ തിരിക്ക് ഒരു പ്രകാശത്തിന് പുതിയ ജ്വാല. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റി സൗഖ്യദായകനായ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ സംസാരവും വഴി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അങ്ങനെ സൗഖ്യത്തിന് ഉദാശിയായ വിശ്വകുർബാന നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. ദിവികാരന് ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ